ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒന്നും വരാനില്ല. അന്തിമ യുദ്ധത്തിലേക്ക് ലോകം പോകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നാം ഒരുമിച്ച് ചിന്തിക്കും. എനിക്ക് മുമ്പേ കർത്താവിൽ വിലപ്പെട്ട സാർ സംസാരിച്ചല്ലോ. ആ വിഷയം ഞാനും എടുക്കുന്നതായി. ഇത് ദുഷ്കാലം. ഇവിടെ അജ്ഞാനികളായിരിക്കാനല്ല, ജ്ഞാനികളായി. പൗലോസ് പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവാൻ. ഇന്ന് രാത്രി 2021 ഡിസംബറിൻ്റെ അവസാന ദിവസങ്ങളിൽ നാം ആയിരിക്കുന്നു. സുന്ദരമായ ലോകം, 7 വൻകര, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, അന്റാർട്ടിക്ക. 800 കോടിയിലേക്ക് ജനം പോകുന്നു. 262 ലോകരാഷ്ട്രങ്ങൾ, 6000 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ. ഈ കാലഘട്ടത്തിൽ 2019 ഒക്ടോബർ മാസത്തിൽ ചൈനയിലെ വുഹാൻ ബയോ വെപ്പൺ ലാബിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ് ഇന്ന് ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ 6ാമത്തെ മ്യൂട്ടേഷനിലായ ഒമിക്രോണിലേക്ക് വന്നു കഴിഞ്ഞു. നോവൽ കൊറോണയും COVID-19 ബ്രെയിൻ അഫക്റ്റഡ് കോവിഡും B117 അത് കഴിഞ്ഞ് ഡെൽറ്റ കഴിഞ്ഞപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ 6ാമത്തെ വകഭേദമായി ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു ഒമിക്രോൺ. ശ്രദ്ധിക്കേണ്ട ഒരു കേസുമാ. ആദ്യത്തെ കൊറോണ ഒരു മനുഷ്യരിൽ വന്നാൽ 4 പേർക്ക് ഒരു കുടുംബത്തിലെ ആയിരുന്നു. ഡെൽറ്റയൊക്കെ 12 പേരിൽ കൂടി കമ്മ്യൂണിറ്റി സ്പ്രെഡ് വരുമായിരുന്നു. പക്ഷേ ഞാനിത് പഠിച്ചിടത്തോളം ഒമിക്രോൺ വളരെ ശക്തമാണ്. ഒരു വ്യക്തിയിൽ മാവേലിക്കരയോ കറ്റാനത്തോ പുന്നമൂട്ടിലോ വന്നാൽ 24 പേരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാം. അത്രയും തീവ്രതയുള്ളത് 6ാമത്തെ വകഭേദം. സ്വസ്ഥതയില്ലാത്ത ലോകം. ഭരണാധികാരികൾക്ക് സ്വസ്ഥതയില്ല, പ്രധാനമന്ത്രിക്ക് സ്വസ്ഥതയില്ല, പ്രസിഡന്റിന് സ്വസ്ഥതയില്ല, WHO സ്വസ്ഥതയില്ല, ഡോക്ടറിന് നേഴ്സിന് സ്വസ്ഥതയില്ല, കളക്ടറിനും സിസ്റ്ററിനും സ്വസ്ഥതയില്ല. അത്രയും ഒരു സ്വസ്ഥതയില്ലാത്ത കാലം. ആകെ ഇച്ചിരി ആശ്വാസമുള്ളത് ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ദൈവമക്കൾക്ക് മാത്രം. സുന്ദരമായ അമേരിക്ക, ട്രംപിനെ മാറ്റി ജോ ബൈഡൻ കയറി. പ്രകൃതി ദുരന്തം ആഞ്ഞടിക്കുന്നു. കാലിഫോർണിയയിൽ ഭൂകമ്പം, മെക്സിക്കോയിൽ മഴ, കഴിഞ്ഞ ദിവസം കെൻഡക്കിയിലും ഇല്ലിനോയിലും നമ്മുടെ ഏലിയാവിൻ്റെ കാലത്ത് അടിച്ചോലെ ചുഴലിക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. സ്വസ്ഥതയില്ലാത്ത അമേരിക്ക. അപ്പുറത്തേക്ക് കാനഡയിലേക്ക് വന്നാൽ 28-25 ലക്ഷം കൊടുത്ത് മലയാളി കുഞ്ഞുങ്ങൾ പടപടാ പറന്നുകൊണ്ടിരുന്നതാ. അവനെ വെട്ടിക്കൊണ്ട് UK ഇപ്പോൾ എമിഗ്രേഷൻ വിത്ത് സ്റ്റഡി സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തു. അപ്പോൾ കാനഡയിലും ജോലിക്ക് വലിയ പ്രശ്നം. അവിടെ രണ്ടാമതും അവിടുത്തെ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന പ്രസിഡന്റ്, കാനഡയിലെ പ്രധാനമന്ത്രിക്ക് വീണ്ടും കോവിഡ് അടിച്ചു. കഴിഞ്ഞ ദിവസം പുള്ളി പറയുന്നത്, എനിക്ക് ഒമിക്രോൺ വന്ന് ഞാൻ വിടത്തില്ല, ചൈന അടിക്കുമെന്ന് അദ്ദേഹവും പറയുന്നു. തീർന്നില്ല. ഓസ്ട്രേലിയയിൽ ആദ്യം കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും അവിടെ സിഡ്നിയും മെൽബണിലും എല്ലാ ലോക രാഷ്ട്രങ്ങൾ നോക്കിയാൽ കോവിഡ് അടിക്കുന്നു. UK ബോറിസ് ജോൺസണും ഒമിക്രോണിൻ്റെ വകഭേദം വന്നു. ചില പ്രത്യേക മതവിഭാഗക്കാരെ ഫ്രാൻസും UK ഒഴിവാക്കുന്നു. യൂണിവേഴ്സിറ്റികളിലേക്ക് എമിഗ്രേഷൻ ഓപ്പൺ ചെയ്യുന്നു. യൂറോപ്പ് മേഖല ഒരു പരിഭ്രാന്തിയിൽ ഈ വർഷത്തിൻ്റെ അവസാനം നീങ്ങുന്നു. ഈ ക്രിസ്മസും അതുപോലെ തന്നെ തൊട്ടുപുറകെ ന്യൂ ഇയറും വന്നാൽ ഒമിക്രോൺ പടരുമെന്ന പേടി. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഏവരെയും വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ സ്ഥാനപതി തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലേക്ക് വരികയും 5 കേരളത്തിലെ കമ്പനികൾക്ക് നൂതന സാങ്കേതിക വിദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടെക്നോളജി കൊടുക്കുകയും യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തിയായി തളർത്തു കൊമ്പിളതായി വേനൽ അഥവാ ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ പിടിച്ചടക്കുവാൻ ഇസ്രയേലിൻ്റെ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു കാലം. തീർന്നില്ല. പശ്ചിമേഷ്യയിൽ തൊട്ട് അവിടെ എവിടെയും കിടക്കുന്ന രാജ്യങ്ങളെല്ലാം പുകയുന്നു. ജാതികളും സംഘടനകളുമെല്ലാം പെരുകിക്കൊണ്ടിരിക്കുന്നു. രക്ഷകെട്ട് കരപിടിച്ചു പാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യയും UAEയും കുവൈറ്റും ബഹ്റിനും ഖത്തറും മസ്കറ്റുമെല്ലാം എണ്ണവില ഇച്ചിരി കൂട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാ. 75 കടന്നത് 85 4 നേതാക്കന്മാർ ഒറ്റയ്ക്ക് കൈ ഉയർത്തി. അമേരിക്കയുടെ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഓസ്ട്രേലിയക്കാരനും ജപ്പാൻകാരനും പറഞ്ഞു, നിങ്ങളുടെ എണ്ണ വേണ്ട, ഞങ്ങളുടെ കയ്യിൽ റിസർവ് ഉണ്ട്, വില കൂട്ടണ്ട. അപ്പോൾ എണ്ണ വില കുറഞ്ഞു. കയ്യിലുള്ള കാശെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്ത ഒരു പരിഭ്രാന്തിയിൽ ഗൾഫ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ചൈനക്കാരനെ അറ്റാക്ക് ചെയ്യാൻ ലോകം 2 ചേരിയിലേക്ക് നിൽക്കുന്നു. ഈ സാമ്പത്തികമെല്ലാം മാവേലിക്കരക്കാരെ പോകും. 2 കമ്പനികൾ, എവർഗ്രാൻഡ് ആൻഡ് ഫെൻറ്റാസിയ, 2 ഹൈജനിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലാൻഡഡ് ഇൻ ചൈന. വർഷങ്ങളായിട്ടുള്ള കമ്പനി. അവന്മാർ എക്കോണമി പോയി കഴിഞ്ഞാൽ ലോകം 20 വർഷം ബാക്കിൽ പോകുമെന്ന് ഭയക്കുന്നു. തീർന്നില്ല. അഫ്ഗാനിൽ നിങ്ങൾക്കറിയാം, അമേരിക്കക്കാരൻ ഒരു പിഞ്ചു കുഞ്ഞിനെ അമ്മ തോളിലിട്ടിരുന്നിക്കുന്ന പോലെ 20 വർഷം പാലൂട്ടിക്കൊണ്ടിരുന്ന അഫ്ഗാനിൽ
ഗുഡ് ബൈ പറഞ്ഞിട്ട് അമേരിക്ക താലിബാന്റെ കയ്യിൽ ഭരണം കൊടുത്തു. പാകിസ്ഥാന്റെ ഇമ്രാൻഖാനെ അട്ടിമറിക്കുവാൻ വേണ്ടി ജനകീയ കലാപം നടക്കുന്നു. ശ്രീലങ്കയിൽ ചൈനയുടെ നിന്ന് വട്ടിപ്പലിശയ്ക്ക് കാശ് എടുത്തിട്ട് ഇപ്പം ചൈനക്കാരൻ്റെ മുമ്പിൽ കടന്ന് കരയുന്ന ശ്രീലങ്ക. ഇന്ത്യ നമ്മൾക്കറിയാം, സുന്ദരമായി 135 കോടിയിൽ നിന്ന് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷനും ബയോയും നാനോ ടെക്നോളജിയും എല്ലാം അതിവേഗത്തിൽ പോകുന്നു. ഉപഗ്രഹങ്ങളുടെ പരീക്ഷണവും സാറ്റലൈറ്റിൻ്റെയും ആധുനിക റഡാറിൻ്റെയും അത്യന്തിക ആധുനിക ഉപകരണങ്ങളുടെയും പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പരുവത്തിലൊക്കെ കർഷക സമരമൊക്കെ ഒഴിവാക്കി ഒന്ന് നിർത്തിയപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കരുത്തനായ ജനറൽ ബിപിൻ റാവത്ത് 3 കൺട്രീസുമായിട്ട് ഒരേ സമയം സ്റ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അമേരിക്കയായിട്ടും ഇസ്രയേലുമായിട്ടും ഫ്രാൻസുമായിട്ടും മുഴുവൻ കാര്യങ്ങൾ ചെയ്ത ബിപിൻ റാവത്ത് ഒരു പെട്ടെന്നുള്ള ആക്സിഡൻറ്റിൽ നിന്ന് മാറി സേനയെ ആര് നയിക്കുമെന്ന് ഇന്ത്യയും നോക്കുന്നു. 4,60,000 പേർ കഴിഞ്ഞ 19 മാസത്തിനിടയ്ക്ക് ഈ 1 ഗ്രാം വൈറസിനകത്ത് ഇന്ത്യയും മാറി. ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? സെൻസെക്സും നിഫ്റ്റിയുമെല്ലാം ഓഹരി വിപണി തകർന്നുകൊണ്ടിരിക്കുന്നു. എങ്ങോട്ട് പോകുമെന്ന് ആർക്കും അറിയത്തില്ല. നാം പാർക്കുന്ന സുന്ദരമായ കേരളം, 3.5 കോടി ജനം, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന സ്ഥലം സ്വസ്ഥതയില്ല, സമാധാനമില്ല, അശാന്തിയുള്ള കലാലയങ്ങളും നിരത്തുകളിൽ പൊതുനിരത്തിൽ ആരാരെ കൊല്ലണമെന്ന് ഓടി നടക്കുന്നു. അപ്പൻ മക്കളെയും മക്കൾ അപ്പനെയും ജനിപ്പിച്ച കുഞ്ഞുങ്ങളെ ഇവർ അമ്മമാർ കൊല്ലുന്നു. അത് സ്വസ്ഥതയില്ലാത്ത കേരളം. 2 ബിസിനസ് ഇവിടെ പെരുകുന്നു. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായതുവരെ മയക്കുമരുന്ന്, അതുപോലെ മദ്യപാനം, നോൺ ടാക്സബിൾ, ഇതെല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ചൂടൊന്നുമില്ല, നല്ല തണുപ്പായിരുന്നു. 17 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം മാവേലിക്കരയിൽ 35 അടിക്കുന്നു. അന്ന് കുറച്ച് മുന്നറിയിപ്പ് നമുക്ക് കിട്ടി. ഏതൊക്കെയാ? യെല്ലോയും മാങ്കോയും പൈനാപ്പിളും റെഡും ഒക്കെ അടിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രം. 5ാമതൊരു മേഘം ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നു. ആന്ധ്രയിൽ സ്ഫോടനം, മേഘവിസ്ഫോടനം. ഉത്തരാഖണ്ഡിൽ വേഗവിസ്ഫോടനം. തമിഴ്നാട് മുങ്ങുന്നു. കേരളത്തിൽ മഹാപ്രളയം. കൂട്ടിക്കലിന് നെഞ്ചൊടിച്ച് ഭൂമി വിണ്ടുകീറുമ്പോൾ എന്തൊക്കെയോ ഉലകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിൻ്റെ പൂർണ്ണമായ 90% പ്രവചനങ്ങൾ ഈ തലമുറയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി കല്ലുമല ദൈവസഭയെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ ഇന്ന് രാത്രി അക്കമിട്ട് പറയുന്നു, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക്, യുഗം അതിൻ്റെ പരിസമാപ്തിയിലേക്ക്, ദിനങ്ങൾ അതിൻ്റെ അവസാന ദിനങ്ങളിലേക്ക്, ഒരു ക്ലോക്കിനകത്തെ ഘടികാരം പോലെ ഒരു അന്ത്യകാലത്തിലേക്ക് ഇന്ന് രാത്രി സൂചികൾ ചലിക്കുമ്പോൾ അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ, പ്രിയന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ, അനന്തനിത്യതയുടെ കവാടങ്ങൾ തുറക്കുന്ന നാളിൽ എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് ഇന്ന് രാത്രിയും വിശ്വാസത്തോടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശബ്ദമുയർത്തി പറയും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന തൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേരിൽ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കല്ലുമല ദൈവസഭയെ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം. സഖരിയ പ്രവചനം 12, 1, 2, 3 വാക്യങ്ങൾ. സഖരിയ പ്രവചനം 12, 1, 2, 3 നിർത്തി വായിച്ചാട്ട് കുഞ്ഞെ. വായിക്കാം. പ്രവാചകം. ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. കല്ലുമല ദൈവസഭയുടെ എന്റെയും അല്ല, ദൈവത്തിന്റെ അരുളപ്പാട്. അടുത്തത്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന യഹോവ. വായിക്കാം. ഞാൻ യെരൂശലേമിനെ, ഇവിടം തൊട്ടാ ഇന്നത്തെ നമ്മുടെ പ്രഭാഷ വിഷയം, ഞാൻ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും 22 രാജ്യങ്ങളുടെ നടുവിൽ ഈ കുഞ്ഞൻ രാഷ്ട്രത്തെ, വായിക്കാം, ഒരു പരിഭ്രമ പാത്രമാക്കും. നമ്പർ 1 നോട്ട് ചെയ്യാം, പരിഭ്രമ പാത്രം. 2, അടുത്തത്, യെരൂശലേമിന്റെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അടുത്ത വാക്യം, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. രണ്ടാമത്തെ സംഭാഷണ വിഷയം നമ്പർ 1 പരിഭ്രമപാത്രം, നമ്പർ 2 ഭാരമുള്ള കല്ല്. അടുത്ത വായിച്ചാട്ട് കുഞ്ഞെ. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. യെരൂശലേമിന്റെ വിഷയത്തിൽ ഒരു അന്തിമ യുദ്ധം ലോകം കാണാൻ പോകുന്നു. അടുത്തത്, ഭൂമിയിലെ സകല ജാതികളും, എല്ലാ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. 4 ഭാഗം ഈ കുഞ്ഞു വായിച്ചതിൽ നിങ്ങൾ കേട്ടു. നമ്പർ 1 പരിഭ്രമപാത്രം, നമ്പർ 2 ഭാരമുള്ള കല്ല്, 3 ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും, 4 അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും.
ഒരു അന്ത്യകാലത്തിൻ്റെ ദൂതിലേക്ക് കടക്കാം. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു ദിനം കൂടി മഹത്വവാനായ ദൈവം നമുക്ക് ഈ ആയുസ്സിൽ തന്നതിനായി ദൈവത്തെ വാഴ്ത്താം. ആർക്കും വലിയ സന്തോഷമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പറയുന്നത്, ആ സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന ദൈവം. 2020 കണ്ടവർ മക്കളെ 2021 കണ്ടില്ല. കഴിഞ്ഞ ജനുവരി കണ്ടവർ ഈ ഡിസംബർ മാസം കണ്ടില്ല. 1 ഗ്രാം വൈറസ് നിന്റെ പട്ടണത്തിൽ കടന്നു, നിന്റെ കുടുംബത്തിൻ്റെ അകത്തുകൂടെ പോയി. മക്കളെ, ഒരുപക്ഷെ നിന്റെ ശരീരത്തിലും ഈ വൈറസ് കടന്നു കാണും. പൾസ് ഓക്സിമീറ്റർ പല പ്രാവശ്യം കൈകളിൽ കുത്തിക്കാണും. അത് മാത്രമല്ല, വെന്റിലേറ്ററിനകത്ത് ഓക്സിജന്റെ പമ്പ് ചലിപ്പിച്ച് കാണും. അതിൻ്റെ നടുവിൽ നിന്ന് ഇന്ന് രാത്രിയും ജീവനുള്ളവരുടെ ദേശത്ത് നിന്നെ ഇരുത്തിയ ദൈവം, അവൻ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിന് വീഴ്ചയിൽ നിന്ന്, പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ ഇന്ന് രാത്രി യഹോവയുടെ പെട്ടകവുമായി, നിയമത്തിന്റെ പെട്ടകവുമായി എൻ്റെ കർത്താവ് ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി പകരം നിനക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം എൻ്റെ യേശുവിന് വേണ്ട. നിന്റെ PhD എൻ്റെ യേശുവിന് വേണ്ട. നിന്റെ കീശയിലെ കാശ് എൻ്റെ യേശുവിന് വേണ്ട. ഇന്ന് രാത്രി അകത്തളം തളയ്ക്കുന്ന ദൈവമക്കൾ, നിങ്ങളുടെ ഹൃദയം ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ കുടുംബത്തിനകത്ത് ഒരു അത്ഭുത വിടുതൽ തരുക. ഇന്ന് രാത്രി എൻ്റെ നാഥൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങുന്ന കർത്താവ്, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയ, ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ അവൻ തേജസ്സോടെ ഉലാവുന്ന രാത്രിയാ. ചതഞ്ഞ ഓടയെ ഉടയ്ക്കാത്തൊരു ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം, ഇന്ന് രാത്രി നിയമത്തിന്റെ പെട്ടകവുമായി ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ തിരുസാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെന്റെ പറുദീസേ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന മഹത്വവാനായ ദൈവം, ഞങ്ങളുടെ കൺവെൻഷൻ പരമ്പരകളിൽ അങ്ങാഗതനായിരിക്കുന്നതിനാൽ ഇന്ന് രാത്രി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. നിയമത്തിന്റെ പെട്ടകവുമായി ഇന്ന് രാത്രി ഞങ്ങളുടെ കൺവെൻഷൻ അങ്ങ് വന്നിരിക്കുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അങ്ങയുടെ കരമൊന്ന് ചലിച്ചാൽ, അങ്ങയുടെ വാക്കൊന്ന് പുറപ്പെട്ടാൽ, അങ്ങയുടെ വസ്ത്രത്തിന്റെ ശക്തിയിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടാൽ ഇന്ന് രാത്രി അത്ഭുത രോഗശാന്തി പകരുവാൻ കരുത്തുറ്റ ദൈവം, വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറ്റുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റുക, ഇന്ന് രാത്രി പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റുക. കാൽവറിയിലെ മുറിഞ്ഞ കര ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികൾ, കുടുംബങ്ങളെ മൂടുന്ന പിശാചിന്റെ കെട്ടുകൾ, തലമുറകളെ തകർക്കുന്ന മദ്യപാനത്തിന്റെ മയക്കുമരുന്നിന്റെ കോട്ടകൾ ഇന്ന് രാത്രി സ്വർഗത്തിന് ഭൂമിക്കും നാഥനായ, സ്വർഗത്തിന് ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. നീ ഞങ്ങൾക്ക് അധികാരം തന്ന നാമത്തിൽ ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് യേശുവിന്റെ നാമത്തിലുള്ള ജയക്കൊടിയെ ഈ അന്ത്യനാളുകളിൽ ഞങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ. അനേകം പേർ രക്ഷയിലേക്ക് കടന്നു വരുക. ഞങ്ങളുടെ യോഗ പരമ്പരകൾ അതിന് മുഖാന്തരമായി മാറട്ടെ. രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന, ആലയങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ മക്കളെയും മഹാദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി തുടരണം. മീഡിയയിൽ ഞങ്ങളെ കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം മഹത്വവാനായ ദൈവത്തിൻ്റെ കരം അനുഗ്രഹിക്കപ്പെടണം. കല്ലുമല ദൈവസഭയെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. പത്യോപദേശത്തിനും നിത്യതയ്ക്കും വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ദൈവ കുഞ്ഞുങ്ങളുള്ള ഈ സഭയെ കർത്താവേ ദിവ്യ കരങ്ങളിൽ തരുന്നു. ആയിരങ്ങൾ യേശുവിനെ കാണുവാൻ അന്ത്യദിനത്തെങ്കിൽ ഈ സഭയ്ക്ക് ഒരു ഉണർവും, കുഞ്ഞുങ്ങളിലേക്ക് ഒരു ആത്മീയ ഉണർവും കൊടുക്കുവാൻ മഹാദൈവം നിന്റെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണം. ഒരു ദിനം കൂടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു കർത്താവേ. കഴിഞ്ഞ രാത്രി പ്രസംഗിച്ചതുപോലല്ല, ഒരു അന്ത്യകാലത്തിന്റെ ദൂത് പറയുവാൻ ഈ എളിയവനെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഉയരണ്ട അപ്പച്ച. ഈ യോഗ പരമ്പരകളിൽ ക്രൂശിക്കപ്പെട്ട യേശു മാത്രം, ക്രൂശിക്കപ്പെട്ട യേശു മാത്രം ഉയരണം. ആദ്യോടെന്താ സകല കാര്യങ്ങൾ അപ്പച്ചന്റെ കരങ്ങളിൽ പരമേൽക്കുന്ന ഇപ്പോൾ തന്നെ ദൈവിക കരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. വായിച്ചത് വിശുദ്ധ തിരുവഴുത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന ഭാഗം, സക്കറിയ പ്രവചനം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് പിങ്കൽ 480 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചനമായി ഇദ്ദോ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനം. നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമഗ്രന്ഥങ്ങൾ, 66 പുസ്തകങ്ങളുടെ സമാഹാരമായ ഹോളി ബൈബിൾ. അതിനകത്ത് പഴയ നിയമ പ്രവാചകന്മാരിൽ ഏകദേശം 17 മുതൽ പ്രവചനം അതിനകത്തുണ്ട്. പുതിയ നിയമത്തിൽ ഏകര
രാഷ്ട്രീയ പ്രപഞ്ചം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് പിന്നിൽ 480 വർഷം AD 480 കാലഘട്ടത്തിൽ ഇദ്ദോയുടെ മകനായ പ്രവാചകപുത്രനായ സെക്കരിയാവ് എഴുതിയ 12-ാമത്തെ അധ്യായമായെന്ന് തൊട്ടുവച്ചത്. സെക്കരിയാ പ്രവചനം 14 അധ്യായവും 211 വാക്യങ്ങളുമാ. ജെറുസലേമിനെ പറ്റിയുള്ള മേജർ പ്രവചനം, അതുപോലെ യോശുവ പ്രവാചകനെ പറ്റിയെല്ലാം ഇതിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി നാം തൊട്ടുവച്ച കാര്യം, അന്നാളിൽ ഇസ്രയേലിലെ അഥവാ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു ഭാരമുള്ള കല്ലാക്കി ഞാൻ വെക്കും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. തീർന്നില്ല, അതിനെതിരെ സകല ജാതികളും വിരോധമായി കൂടി വരും. 4 കാര്യം ഇന്ന് രാത്രി തൊട്ടുവെക്കണം. 1, ആരായി ഇസ്രയേൽ എന്ന ആ ജെറുസലേം തലസ്ഥാനമായത്? 2, 3, ഈ കോൺഫ്ലിക്റ്റ് എന്ന് തുടങ്ങി. അടുത്ത വാക്യം, ഈ കോവിഡ് കാലത്ത് നിങ്ങൾ കണ്ടു, ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഗാസ ആൻഡ് ഇസ്രയേൽ. അതൊരു അന്തിമ യുദ്ധത്തിലേക്ക് പോകുന്നു. റഷ്യ ഇസ്രയേൽ വാർ അത് കൊണ്ടെത്തിക്കുമ്പോൾ 3 കാര്യം കംപ്ലീറ്റ് ചെയ്യും. അന്തിമ യുദ്ധം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ആ പ്രവചനങ്ങളിലേക്ക് കടക്കാം. ഇനി തിരുവഴുത്തിലേക്ക് പോകും. ആരാ ഇസ്രയേൽ? തലസ്ഥാനമെന്ന് മടങ്ങി വന്നു. ഇതെല്ലാം കൃത്യമായിട്ടൊരു കഥ കേൾക്കുന്നത് പോലെ സമാധാനത്തിൽ തുടങ്ങാം. ഉൽപ്പത്തി തുടങ്ങുന്നു. പ്രപഞ്ചം അധ്യായം 1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. തീർന്നില്ല, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ഉൽപ്പത്തി. 2, മനുഷ്യന്റെ സൃഷ്ടി, പാപത്തിന്റെ സൃഷ്ടി. ആദമ്യ കുടുംബത്തെ കിഴക്ക് നിന്ന് യൂഫ്രട്ടീസിന്റെ അക്കരയായ എത്യോപ്യയിൽ നിന്ന് 6 ഘടകങ്ങൾ സ്വർഗത്തിൽ നിന്ന് എടുക്കുന്നു. തേജോമയനായ ദൈവം, സാദൃശ്യവും സ്വരൂപവും തേജസ്സും ബഹുമാനവും അധികാരവും ജീവശ്വാസവും. തീർന്നില്ല, 7-ാമത്തെ ഘടകം നിലത്ത പൊടിയിൽ നിന്ന് വാർത്തെടുക്കുന്നു. ആദമിനെ വാർത്തെടുക്കുമ്പോൾ സൃഷ്ടാവായ ദൈവം താഴേക്ക് കുനിയുന്നു. ആദമിന്റെ മൂക്കിലേക്ക്, നാസാരന്ധ്രത്തിലേക്ക് കരുണാമയനായ കർത്താവിന്റെ ആ നാസാരന്ധ്രങ്ങളിലേക്ക് ശ്വാസമൂതിയപ്പോൾ ആദം ചലിക്കുന്ന ദേഹിയായി തീർന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പറയുന്നത്, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിനകത്തും വീട്ടിനകത്തും എവിടെയെങ്കിലും ഞങ്ങളുടെ പ്രസംഗം കേട്ട ഇന്ന് രാത്രി പറയണ സ്വർഗീയ ശ്വാസം എന്നിലേക്കൊന്ന് അടിച്ചാൽ, അവന്റെ വചനത്തിന്റെ ശക്തി എൻ്റെ മേളിലേക്ക് ഒന്ന് അടിച്ചാൽ, ഇന്ന് രാത്രി കിഡ്നിയെ ചലിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നിന്റെ കുരുടായ കണ്ണുകളിലേക്ക് ഇന്ന് രാത്രി വെളിച്ചം പകരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നിന്റെ മുടന്തായ കാലുകളെ തളർച്ചയിൽ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈ ദൈവത്തെ മഹാദൈവം എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. തീർന്നില്ല, ആദമിന് തക്ക തുണയായി ഹൗവയെ കൊടുക്കുന്നു. ആദ്യത്തെ കുടുംബജീവിതം ഏദനിൽ ആരംഭിക്കുന്നു. എത്യോപ്യയിൽ നിന്ന് അവരെ അനുഗ്രഹിച്ച് 6 തരം അനുഗ്രഹങ്ങൾ: അടക്കി വാടുക, പെറ്റുവരിക, സന്താനപുഷ്ടി ഉള്ളരാവുക, മിടുക്കരായി ജീവിക്കുക, കർത്താവിനെ സ്തുതിക്കുക. അപ്പൊ തന്നെ തോട്ടത്തിൽ ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നല്ലോ, സ്തോത്രം. സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിക്കുന്നു. തീർന്നില്ല, ഒരു ഊനമൃഗത്തെ അറുത്തുകൊണ്ട് ഉടയാട കാണിച്ച് സ്വർഗം അവരെ വീണ്ടും വിളിക്കുന്നു. ആദമേ, നീ എവിടെ? ആദ്യത്തെ യാഗം അവിടെ തന്നെ തുടങ്ങി. തീർന്നില്ല, അതിനുശേഷം വീണ്ടും വരുമ്പോൾ മനസാക്ഷി യുഗത്തിൽ കായീൻ ഹാബേലിനെ കൊല്ലുന്നു. തീർന്നില്ല, ഉൽപ്പത്തി 5 വരുമ്പോൾ, ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഉൽപ്പത്തി 5 വരുമ്പോൾ മെതുശലേഖ് ആരാ? ആദം മുതൽ 7-മനായ ഹാനോക്ക്, അവന്റെ പ്രിയ മകനായ മെതുശലേഖ് 969 സംവത്സരം, 969. ദൈവം മനുഷ്യന് കൊടുത്ത ആയുസ് ഒരു ദിവസം 1000 സംവത്സരം. തിരുവഴുത്തിനകത്ത് ഒരൊറ്റ സ്ഥലത്ത് പോലും ഈ 1000 വർഷം വരെ ജീവിച്ച ഒരു വ്യക്തികൾ പോലുമില്ല. തീർന്നില്ല, ഉൽപ്പത്തി 6 വരുമ്പോൾ ബഹുമാനപ്പെട്ട സാർ ഇപ്പോൾ പ്രസംഗിച്ച ഒരു സംഭവം നടന്നു. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ തിരഞ്ഞെടുത്തു. അങ്ങനെ വല്ലതും വായിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? പെന്തിക്കോസുകാർ വായിക്കത്തില്ലല്ലോ, സ്തോത്രം. ഉൽപ്പത്തി 6 തുടങ്ങിയാൽ കാണാം ദൈവത്തിൻ്റെ പുത്രന്മാർ. അതിൻ്റെ പരിപാടിയാ ഓൺലൈൻ കല്യാണം. സ്തോത്രം, മിണ്ടുന്നില്ലല്ലോ, സ്തോത്രം. ഫേസ്ബുക്കിൽ കാണുന്ന 48-കാരെ 24-കാരി അടിച്ചു മാറ്റും, 24-കാരൻ 48-കാരി അമ്മാമ്മയെ അടിച്ചു മാറ്റും. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രന്മാർ, സ്തോത്രം. റെഡിയായില്ലേ? 5 വയസ്സുള്ള LKG പോകുന്ന കൊച്ചിൻ്റെ അടുത്ത് ഓൺലൈൻ പഠിക്കാൻ പറയത്തില്ല, WW വീട്ടിലെ സഭായോഗം. സ്വോത്രം. അവനും പഠിച്ചില്ല കമ്പ്യൂട്ടർ. സ്വോത്രം. മാവേലിക്കര യൂണിവേഴ്സിറ്റിയിൽ പോയാൽ നമുക്ക് കമ്പ്യൂട്ടർ പഠിക്കാം, മൊബൈലിൽ പഠിച്ചില്ല. സ്വോത്രം. 85 വയസ്സുള്ള അച്ഛൻ കാപ്പി കുടിച്ചാൽ വിറയ്ക്കുന്ന അച്ഛനും പഠിക്കില്ല. ഞായറാഴ്ച ചാർജ് ചെയ്തിട്ട് ഡേറ്റ ചെയ്തിട്ട് ഇങ്ങോട്ട് മോളെ WW വീട്ടിലെ സഭായോഗം. സ്വോത്രം. എല്ലാവനെയും വെർച്വലിൻ്റെ പ്ലാറ്റ്ഫോമിൽ കോവിഡ് ആക്കിയില്ലേ. സ്വോത്രം. ഇപ്പം കല്യാണം ഓൺലൈനിലാക്കിയില്ലേ. സ്വോത്രം. പെങ്കൊച്ച് മാവേലിക്കര, ചെറുക്ക ഉക്രൈനി, തഹസീൽദാർ, കോർട്ടിനകത്ത് 3 പേരും കീക്കി കൂക്കു ഓൺലൈൻ കല്യാണം. സ്വോത്രം. തിരഞ്ഞെടുത്തില്ലേ. സ്വോത്രം.
കണ്ടില്ലേ, അന്ത്യകാലത്തിലേക്ക് വരുന്നു. അതാ ആദിമസഭയുടെ പാപം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ പുത്രന്മാർ ലോകത്തിൻ്റെ പുത്രിമാരെ തിരഞ്ഞെടുത്തു. സൺഡേ സ്കൂൾ ക്ലാസ് ഇതെങ്ങനെ പഠിപ്പിക്കാറുണ്ടോ? സ്വോത്രം ഇല്ലല്ലോ. സ്വോത്രം. അപ്പം കർത്താവ് വിചാരിച്ച് അവനെ ഇങ്ങനെ വിട്ടാൽ പോറ്റതില്ല. അപ്പോഴാണ് ചിന്നമാമ ചുരിദാർ വെട്ടുന്നുള്ള സ്വർഗത്തിലെ ദൈവം കത്രിക എടുത്ത് 1000 എത്ര ആക്കി? വല്ലവർക്കും ഓർമ്മയുണ്ടോ? ഇവൻ ചേടാൻ തന്നെയല്ലേ? ആരും ഓർക്കുന്നില്ല. ആയസത്തറായി 120. അങ്ങനെ വല്ലതും വായിച്ചിട്ടുണ്ടോ? സോദരം. അപ്പം വിചാരിച്ച് ഗുണപ്പെടാത്ത ജനത്തിന് വേണ്ടി ഒരുവനെ കൊണ്ടുവരണം. മെതുശലേക്ക്, ലാമേക്ക്, നോഹ. പുള്ളിക്കാരനോട് കർത്താവ് പറഞ്ഞു, നീ പ്രസംഗിച്ചോ, പക്ഷെ ഒരു സ്ട്രക്ചർ ഞാൻ തരാം. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? 300, 50, 30 ഗോപേർ മരം കൊണ്ടൊരു പെട്ടകം പണിയാണ്. നമ്മളിവിടെ സൂചിയുടെ യോഗം നടത്തുന്ന പോലെ നോഹ ലോകത്തെല്ലാം പ്രസംഗിച്ചു. അവസാനം നാട്ടുകാർ പറഞ്ഞ നാടൻ ഭാഷയെ പറഞ്ഞു വെച്ചിട്ട് നാട്ടി പറഞ്ഞ കള്ളക്കളവന് തലയ്ക്കെന്തോ ചൂടാന്ന്. സ്വോത്രം. അവസാനമായി റീത്തയും കത്രീനെയും ബിൽമയും കാർവിയൊക്കെ അടിച്ചപ്പോഴാണ് നാട്ടുകാർക്ക് പിടികിട്ടിയേ മഴ വരാൻ പോകുന്നെന്ന്. സ്വോത്രം. ആ സമയത്ത് പെട്ടകത്തിൻ്റെ കുറ്റി സ്വർഗമിട്ടു. അപ്പൊ വചനപ്രകാരമാ പെട്ടകം പണിഞ്ഞത്. ഇട്ടിട്ട് ഉടനെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് 3.5 മണിക്കൂർ കൊണ്ട് ദുബായിലെത്താം. അതുപോലെ നോഗയുടെ പെട്ടകത്തെ കയറ്റി അരാരാത്തി വിട്ടോ? പെന്തിക്കോസുകാർ മനസ്സിലാക്കേണ്ടതാ. കർത്താവ് കുറ്റിയൊക്കെ ഇട്ട് വെള്ളത്തിലാക്കി 40 രാവും 40 പകലും മഴ പെയ്തു. പെട്ടകം കുലുങ്ങി, കാറ്റടിച്ചു, പായ്കളെല്ലാം കീറിത്തുടങ്ങി. അമ്മാമ പറഞ്ഞു, എന്തുവാ കർത്താവ് പറഞ്ഞേന്നറിയത്തില്ല, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? ഇത് വെള്ളത്തിൽ മുങ്ങിപ്പോവുക. എന്നാൽ അന്ത്യം വരെയും സഹിച്ചു നിന്ന നോഹയെയും കുടുംബത്തെയും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം പെട്ടകം പണിഞ്ഞപ്പോൾ അരാരാത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഉറപ്പിച്ചു. 2021 ഡിസംബർ മാസത്തിൽ ഒരു ദൂത് ദൈവ കുടുംബങ്ങളെ ഏറ്റെടുക്കണം. നീ വചനപ്രകാരം ദൈവസന്നിധിയിൽ പണിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെരുങ്കാറ്റ് നിനക്കെതിരെ ആഞ്ഞടിക്കാം, കൊടുങ്കാറ്റ് നിനക്കെതിരെ ആഞ്ഞടിക്കാം, ഈശാന മൂലം നിനക്കെതിരെ ആഞ്ഞടിക്കാം. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമങ്ങൾ പറയണം, പർവ്വതങ്ങൾ എൻ്റെ മുൻപിൽ മാറും, കുന്നുകൾ എൻ്റെ മുൻപിൽ നീങ്ങിപ്പോകും. എന്നാൽ ഈ നിത്യതയുടെ വചനം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ കാറ്റടിച്ചാലും പ്രതികൂലം വന്നാലും എൻ്റെ പടകിനകത്ത് പരാജയം പറഞ്ഞാൽ സ്ട്രക്ചർ പണിഞ്ഞത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ അവൻ നിത്യതയുടെ കവാടം എനിക്ക് വേണ്ടി ഒരുക്കി തരും. സ്വോത്രം. എത്ര ആടി ഉലഞ്ഞാലും എത്ര പെരുങ്കാറ്റടിച്ചാലും തകരുമെന്ന ഭീഷണി വന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനപ്രകാരം പണിഞ്ഞ ദൈവസഭയെ അനന്ത നിത്യതയിലെത്തിക്കുക ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. നോഹയുടെ പെട്ടകം അതിനൊരു സാക്ഷി. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിന് വേണ്ടി ഇറങ്ങിയ, ഹല്ലേലൂയ, നിത്യഭജനത്തിന് വേണ്ടി ഇറങ്ങിയ അപ്പച്ച അമ്മച്ചി, നിന്റെ പിൻപിൽ ഒരു രക്ഷയുടെ പ്ലാൻ ഉണ്ട്. അതിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ ആ പ്ലാൻ നിവർത്തിച്ച് കാണുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. കോവിഡ് വരട്ടെ, പ്രതിസന്ധി വരട്ടെ, കരം ഉയർത്തി പറയണം, അവൻ എന്നെ ഒരു നാൾ കൈവിടുകയില്ല, അവൻ എന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. അന്ത്യം വരെ ഞാൻ കാത്തിരുന്ന അരാരത്തിലെ പെട്ടകത്തിനകത്ത് നോഹയുടെ പെട്ടകത്തെ ഉറപ്പിച്ചതുപോലെ സ്വർഗീയ സിയോനകത്ത് തന്റെ ചങ്കിലെ ചോരയാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ, വചനത്താൽ സ്നാനം പ്രാപിച്ച രക്ഷ പ്രാപിച്ച മക്കളെ ചേർക്കുവാൻ യേശു വരാൻ കാലമായി. സ്വോത്രം. രാത്രി ക്രൈസ്തവ ജീവിതത്തിൽ കുലുക്കമുണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, രോഗദുഃഖങ്ങൾ ഉണ്ടാകും. ആത്മാവിൽ ഒരു ദൂത് ദൈവം ഞങ്ങൾ ഇന്ന് രാത്രി പറയുക, പ്രതികൂലമാഞ്ഞടിച്ചാലും കുറ്റിയിട്ട് അടച്ചത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ എത്ര കാറ്റിൻ്റെ നടുവിലും നീ തകരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ചില അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി പട്ടണം വിട്ടു പോകട്ടെ. പരാജയം കൊണ്ടുവരുന്ന ദുരാത്മ ശക്തികൾ ഇന്ന് രാത്രി കുടുംബങ്ങളിൽ നിന്ന് മാറി പോകട്ടെ. നാളെ എന്നുള്ള ഭാവി അറിഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളുടെ നേരെ പോരാടുന്ന ചില ദുരാത്മ ശക്തികൾ ഇന്ന് രാത്രി അവരുടെ ശരീരം വിട്ടുമാറട്ടെ. നോഹയുടെ പെട്ടകത്തിന്റെ പിൻപിൽ അരാരാത്തിനകത്ത് പർവ്വതത്തിനകത്ത് ഉറപ്പിക്കാൻ ഒരു കരം ഇറങ്ങി വന്നതുപോലെ അന്ത്യത്തിങ്കൽ ദൈവ കുഞ്ഞുങ്ങളെ ഉറപ്പിക്കുക യഹോവയുടെ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ. സ്തോത്രം. നമ്മുടെ ഉപദേശത്തില് ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. സാർ അതൊരു ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിച്ച്, ഇന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ ഉടനെ വീട് കിട്ടും, കാറ് കിട്ടും, 1.5 കോടി ബാങ്കിൽ കിട്ടും. ഇതൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പറയും. ഇതൊന്നും ഈ ബൈബിളിൽ പറയുന്നില്ല. ക്രിസ്തീയ ജീവിതം കഷ്ടത്തിൻ്റെ ജീവിതമാണ്. സ്തോത്രം. പക്ഷെ അന്ത്യം വരെ സഹിച്ചു നിന്നാൽ ദൈവത്തിൻ്റെ ദാസന്മാരെ, കർത്താവിൻ്റെ വചനം ചുമക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു പ്രതിഫലമുണ്ട്. ഈ കൊടുങ്കാറ്റിൻ്റെ പെരുങ്കാറ്റിൻ്റെ നടുവിൽ നമുക്കൊരു പ്രതിഫലം സ്വർഗത്തിലെ ദൈവം തരും. പെട്ടകത്തിനകത്ത് നിന്ന് നോഹ അച്ചായൻ ഇറങ്ങി മനോഹരമായ ദേശം
മുന്തിരിയൊക്കെ നല്ലതുപോലെ ക്ലിയറാക്കി ആദ്യം കച്ചവടം തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വാറ്റി അടിച്ചും തുടങ്ങി. സ്തോത്രം. ഇപ്പോൾ ചിലർ പറയുന്ന കേട്ടില്ല, വാച്ചായ 30 അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, കർത്താവ് കരുണാമയനാ ചേർത്തോളും. നീ അടിച്ച് നോക്ക, അപ്പം അറിയാം കർത്താവ് ആരാന്ന്. സ്തോത്രം. 30 അടിച്ച് 60 അടിച്ച് അവസാനം വീട്ടിനകത്ത് പ്രാർത്ഥനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, എപ്പോഴും മൊബൈലും നോക്കി വാട്സപ്പ് നോക്കി ഇങ്ങനെ കിടക്കുക. അപ്പൻ മക്കളെ ശപിച്ചു തുടങ്ങിയപ്പോൾ കനാൻ ശപിക്കപ്പെട്ടവൻ കർത്താവ് പറഞ്ഞ് അവനെ വെയിറ്റിംഗ് ലിസ്റ്റിലാക്കി. നേരെ എവിടെ പോയി? മെസപ്പൊട്ടോമിയയിൽ ആദമ്യ കുടുംബത്തിന്റെ അടുത്ത തലമുറ ശേത്തിന്റെ സന്തതിയായി ഒരുത്ത ഇരിപ്പുണ്ട്, തേരഹിന്റെ മകനായ ഒരുവൻ അബ്രാം. ദൈവം അവനെ കണ്ടു. ഉൽപ്പത്തി 12:1 വായിക്കേണ്ട, ബൈബിള് ക്ലിയർ ആയിരിക്കണം. ഞാൻ പോയിട്ട് പിന്നെ നോഗയുടെ അളിയൻ ആരാന്ന് ചോദിക്കരുത്. അതുകൊണ്ടായി ബാക്കി എല്ലാ കുഞ്ഞിനെ കൊണ്ട് വായിപ്പിക്കുന്നത്. ശ്രദ്ധയോടെ ഇരിക്കണം. ഉൽപ്പത്തി 12:1 അബ്രഹാമിനെ വിളിച്ചു, വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. 1498 കിലോമീറ്റർ ചരിത്രം, ഇറാഖ് ടു ഇസ്രയേൽ, വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുവന്നു. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും, ദേശത്ത് നിന്നെ വലുതാക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. തീർന്നില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, കടൽക്കരയിലെ മണൽത്തരികൾ, ഭൂമിയിലെ പൊടി പോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ആ സമയത്ത് നേരെ അബ്രഹാം ദൈവസന്നിധിയിൽ ഇറങ്ങുമ്പോൾ വാഗ്ദത്തം കേട്ടവൻ വിട്ടിറങ്ങി. സ്തോത്രം. 2 അവൻ്റെ അപ്പനെ അവൻ വിട്ടുപോന്നു. 3 വിട്ടുവീഴ്ചയ്ക്ക് ലോത്തിനോട് തയ്യാറായപ്പോഴൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം അവനിൽ വന്നത്. സ്തോത്രം. നമ്മുടെ സഭകളിൽ വല്ലതും വിട്ടുവീഴ്ചയുടെ കാര്യമുണ്ടോ? ഒന്ന് ചിന്തിക്കണം, അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പം അത്രയും പറഞ്ഞാൽ മതി. സ്തോത്രം. അങ്ങനെ നിൽക്കട്ടെ. കൂടെ ഒരുത്തനൂടെ കൂടി വിളി കേൾക്കാത്ത ഒരുത്തനെ കിട്ടി മമ്രയുടെ തോപ്പും. അടുത്തത് അബ്രഹാമിന് മമ്രയുടെ തോപ്പും, ലോത്തിന് നല്ല സോതവും ഗോമറയൊക്കെ. ദൈവത്തിൻ്റെ തീ അവിടെ ഇറങ്ങി. നിങ്ങൾക്ക് മനസ്സിലാക്കാം. വാർദ്ധക്യകാല സന്തതിയായി ഇസഹാക്കിന് ലഭിച്ചു. ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്തതിയായി 2 കുഞ്ഞുങ്ങളെ കിട്ടി. ഒരുത്തൻ്റെ പേര് യാക്കോബ്, മറ്റവൻ്റെ പേര് ഏശാവ്. ഏശാവ് വനവാസിയും മൃഗവേട്ടക്കാരനും. യാക്കോബ് അമ്മച്ചിയുടെ ചുരിദാറ് പിടിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു. സ്തോത്രം. വളരെ ഉപായിയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പനെ കണ്ണു വാങ്ങി. ആർക്കാ? ഇസഹാക്കിന് കണ്ണു വാങ്ങിയപ്പോൾ അമ്മച്ചി പറഞ്ഞു, ചേട്ടൻ 2 കാര്യം അടിച്ചുകൊണ്ടു, അനുഗ്രഹം അവകാശവും കൊണ്ടു. ഉച്ചയ്ക്ക് വനവാസിയായ ചേട്ടൻ മടങ്ങി വന്നപ്പോൾ നല്ലൊരു പായസം മാവേലിക്കര ഹാർവസ്റ്റ് കാറ്ററിംഗ് വെച്ചെന്നോള് ഇച്ചിരി എസൻസ് കൂടെ കലക്കി ആര് വെച്ചു? യാക്കോബ് വെച്ചു. ഉടനെ പ്ലേറ്റ് ഇങ്ങനെ മാറ്റി മൂക്കിലോട്ട് സ്പ്രേ അടിക്കുന്ന പോലെ കൊടുത്തു. സോദരം വില്ലും കവണയും താഴെ വെച്ചു. ആദ്യം 1 അവൻ നഷ്ടപ്പെടുത്തി ജ്യേഷ്ഠാവകാശം. 2 അപ്പച്ചൻ വയോധികനായിരിക്കുമ്പോൾ അനുഗ്രഹവും കൂടെ തേടുവാൻ 2ാമത്തെ പദ്ധതി. അപ്പച്ചന് ഈ ഫാസ്റ്റ് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തി ഒന്നും ഇഷ്ടമല്ല. ഇപ്പം ഈ കറങ്ങുന്ന കോഴി 65 കപ്സയൊക്കെ ആയിരുന്നു ഇഷ്ടം. സോദരം അമ്മച്ചി പറഞ്ഞു, എവിടുന്നെങ്കിലും നീ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. സോദരം എന്തായാലും അവൻ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കി നമ്മുടെ പിന്നെ സിനിമാ താരമൊക്കെ ആയാലും നല്ല മിമിക്രി മോണോ ആക്ട് അവതരിപ്പിച്ച് എന്തോ ചെയ്ത് 2ാമത്തതും കിട്ടി അനുഗ്രഹം. ആ 2 കൂടെ നിന്നപ്പോൾ അമ്മച്ചിക്കറിയാം ഇവൻ ഇവിടെ നിന്നാൽ കുഴപ്പമാ. അമ്മച്ചി പെട്ടെന്ന് ഒരു ട്രാൻസിസ്റ്റ് വിസ കൊടുത്ത് എവിടത്തേക്കാ? ലാബാൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക്. വീട്ടിൽ നിന്നിറങ്ങി ഒരു വടിയും ഒരു തുരുത്തി വെള്ളവും. സായം സന്ധ്യയിൽ വടി എവിടെയോ നഷ്ടപ്പെട്ടു. തീർന്നില്ല, വെള്ളം എവിടെയോ പോയി. അന്ന് രാത്രി അവന് പിടികിട്ടി. മടങ്ങി വന്നാൽ ഏശാവിൻ്റെ വാള്. തിരിച്ച് ലാബാന്റെ വീടും അറിയത്തില്ല. അന്ന് അവൻ സന്ധ്യാപ്രാർത്ഥന തുടങ്ങി. വന്ദനം എനിക്ക് യേശു പരാ. സ്വോത്രം. കണ്ടില്ലേ? കല്ല് തലയണയായി വെച്ചു. അന്ന് രാത്രി സ്വർഗീയ കോവണി അവന് വേണ്ടി ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം. എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്റെ ഭവനത്തിൽ നിന്റെ സഹോദരങ്ങൾ നിനക്കെതിരായിരിക്കും. ചെല്ലേണ്ട ഡെസ്റ്റിനേഷൻ നിനക്കറിയത്തില്ല. എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീരിറങ്ങി വരുമ്പോൾ അന്ന് രാത്രി നിന്റെ ഹല്ലേലൂയ റൂമിനകത്തൊരു കോവണി ഇറക്കി തരുക എൻ്റെ ദൈവശക്തൻ. സങ്കീർത്തനക്കാരോട് ചേർന്ന് ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. കല്ലുമലയിൽ മക്കളെ, നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യാക്കോബിന്റെ കല്ലിനകത്ത് എന്ന് കണ്ണുനീർ വീണോ അന്ന് രാത്രി അവന് വേണ്ടി കോവണി ഇറങ്ങി. ഇന്ന് രാത്രി 4ാം തലമുറ പെന്തിക്കോസുകാരോട് ഒരു കാര്യം തീർത്ത് പറയാം. നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീരിന്റെ കാലം മടങ്ങി വരട്ടെ. നമ്മുടെ ഉപവാസത്തിൽ കണ്ണുനീർ മടങ്ങി വരട്ടെ. നമ്മുടെ സഭായോഗങ്ങളിൽ കണ്ണുനീർ മടങ്ങി വരട്ടെ. തൻ്റെ ജനം താഴ്മയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ കോവിഡിനെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. പണ്ടത്തെ പോലെ ഒരു ശുഭകാലം തരുക എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി നല്ല ചെറുപ്പക്കാരെ, പാടുന്ന കുഞ്ഞുങ്ങൾ, കർത്താവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് വരിക. കല്ലുമല അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുക. യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഇന്ന് രാത്രി 2021 കൺവെൻഷൻ ദൈവത്തിൻ്റെ ആത്മാവ് കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിപ്പാൻ തയ്യാറായിക്കൊള്ളുക. വിക്കനായ മോശയുടെ
നാവിലേക്ക് തന്ന ഒരു അഭിഷേകം അന്ത്യകാലത്ത് നിങ്ങളുടെ മേൽ പകരുക. ഇന്ന് രാത്രി സർവശക്തനായ കർത്താവ് വന്നിട്ടുണ്ട്. പഠിക്കുന്ന മക്കള് ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത നിന്റെ നാവിനകത്ത് പുതുഭാഷ തരുക. നീ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത രോഗശാന്തി പകരുക. ഇന്ന് രാത്രി കരുത്തുറ്റൊരു കര നിന്നിലേക്ക് വ്യാപരിക്കുന്ന രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. കുടുംബങ്ങളിലേക്ക് പ്രാർത്ഥന വരട്ടെ, കുഞ്ഞുങ്ങളിലേക്ക് പ്രാർത്ഥന വരട്ടെ, ശവങ്ങളിലേക്ക് കണ്ണുനീർ വരട്ടെ. സ്തോത്രം. ഈ രാത്രി ദൈവത്തിന്റെ ദർശനം നിനക്ക് കിട്ടിയാൽ വഴി തുറന്നു തരും. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആ കോവണി അവന് പ്രകാശമായി ഇറങ്ങി വന്നപ്പോൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലാബാന്റെ ഭവനത്തിലെത്താനുള്ള വഴി സ്വർഗം തുറന്നു കൊടുത്തു. പ്രാർത്ഥനയുടെ കോവണി നിന്റെ കണ്ണുനീരിനകത്തോ പായ്ക്കകത്തോ ഇറങ്ങി വന്നാൽ നിന്റെ തലമുറയുടെ ഭാവി വരെ മാറ്റി എഴുതി കൊണ്ടെത്തിക്കുവാൻ ഇന്ന് രാത്രി തിരുവചനത്തിന് കഴിയും. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഭാരപ്പെടണ്ട. സഹോദരങ്ങൾ കുറ്റം പറഞ്ഞാലും ഭാരപ്പെടണ്ട. ചേട്ടന്മാരും അനിയന്മാരും നിന്നെ തള്ളി പറഞ്ഞാലും മോനെ, ഈ നിത്യവചനത്തിന് വേണ്ടി ഇറങ്ങിയാൽ തള്ളാത്തൊരു ദൈവം നിന്നെ അന്ത്യം വരെ നടത്തും. യാക്കോബിന്റെ പിൻപിലിറങ്ങിയ കോവണി എൻ്റെ കുടുംബത്തിനകത്ത് ദൈവം ഇറക്കി തരണം. എൻ്റെ കുഞ്ഞിനകത്ത് യാക്കോബിന് വേണ്ടി ഇറങ്ങിയ കോവണി ഇറക്കി തരണം. കരമടിച്ച ദാവീദിന്റെ പിൻപിലിറങ്ങിയ കോവണി ഈ തലമുറയിൽ എനിക്ക് വേണ്ടി ഇറക്കി തരണം. ദാനിയേലിന്റെ സിംഹക്കുഴിക്കകത്ത് അവനെ തൊട്ട ഒരു കോവണി എനിക്ക് വേണ്ടി ഇറക്കി തരണം. പത്മോസിനകത്ത് യോഹന്നാനെ തൊട്ട ഒരു കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഇറക്കി തരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ക്യാമറ നിന്നെ ഇന്ന് രാത്രി തൊടുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പോയി ലാബാന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നപ്പോഴേ അവനെ കണ്ട് നല്ല പൈതലാണ്, കുഴപ്പമൊന്നുമില്ല. സ്വോത്രം. ഇവൻ പ്രാർത്ഥന വീരന. ഈ ദർശനം കിട്ടിയവനെ കണ്ടാ അറിയത്തില്ലേ? അവയടക്ക ചിക്കനല്ല ഇടയ്ക്കിടയ്ക്ക് അല്ലേലിക വെടിപൊട്ടുന്നത് പറയും. സ്വോത്രം. അപ്പോഴേ ലാഭം പറഞ്ഞ് എവനെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. എവിടെ തൊട്ടാലും അല്ലേലിക പറഞ്ഞിട്ട് സ്വോത്രം കാര്യം ചെയ്യത്തോളൂ. ആ വീടും കൂടും ആട്ടും കൂട്ടും അല്ല ഏൽപ്പിച്ച്. സ്വോത്രം. പക്ഷേ ഉപായി അല്ലായിരുന്നു. സ്വോത്രം. അച്ചായം കൊടുക്കുന്ന കാശല്ല എവൻ്റെ പേര് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇരുന്നേ. സ്വോത്രം. അവസാനം ലാബാൻ്റെ പിള്ളേരെല്ലാം മെച്ചുവറായി. അവന്മാർ നമ്മുടെ ഗുണ്ടുകാട് കൊച്ചുസാബുവിൻ്റെ കണക്ക് ഈ കത്തിയായിട്ട് നടന്നപ്പോൾ ഇവൻ യാക്കോബിൻ്റെ ബാങ്ക് ഡിപ്പോസിറ്റ് നോക്കിയപ്പോൾ പ്രമാണവും കരമടച്ച രസീത് FD ആരുടെയാ? എല്ലാം യാക്കോബിൻ്റെ. പിള്ളേരിടയ്ക്കിടയ്ക്ക് യാക്കോബിനെ എന്തോ ഇത് കത്തി കാണിച്ചു. തീർന്നില്ല. അപ്പച്ചൻ്റെ മുഖം കടന്തൽ പോലെ കുത്തിയിരിക്കുക. സ്വോത്രം. അവൻ്റെ അമ്മായിയപ്പം PhD എടുത്ത ലാബാൻ. അവിടെ ചെന്നപ്പോൾ ആദ്യം പറഞ്ഞ് റാഖേലിൻ്റെ വാട്സപ്പാണ് ഇട്ട് കൊടുത്തത്. പക്ഷേ ഇത് നോക്കി അവ ആട്ടിനെ മേയിച്ചുകൊണ്ട് നടന്ന് 7-ാം വർഷം 1-ാമത്തെ കല്യാണം നടത്തി. ലേയ അപ്പനായ ഇസഹാക്കിനെ പറ്റിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം താരതമ്യേന കണ്ണുമങ്ങിയ ലേയെ കൊടുത്ത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, മാവേലിക്കരയിലും കിട്ടും. സ്വോത്രം. അതിനുശേഷം വേറെ അടുത്തത് കിട്ടി. റാഖേലിനെ കിട്ടിയ ബിൽഗാസിൽ. ഇപ്പം എത്ര 12 ഗോത്രങ്ങളായി. അപ്പച്ചനുമായിട്ട് ഇച്ചിരി പ്രശ്നമായപ്പോൾ ഇവൻ എവിടെ വന്നു? എല്ലാവരെയും കൂടെ കൂട്ടി ലാബാനുമായിട്ട് രോമം കത്തിരിക്കാൻ പോയ സമയത്ത് പുള്ളിക്കാരൻ യാബോക്കിൻ്റെ കടവിൽ വന്നു. അവിടെ തൊട്ടാ കഥ തുടങ്ങുന്നു. സ്വോത്രം. യാബോക്കിൻ്റെ കടവിൽ വന്നപ്പോൾ അന്ന് പൊതുവേ ആളൊക്കെ കുറവാ. ആ കുറവായ സമയത്ത് ഇവൻ അക്കരെ കയറാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ഈ അങ്ങോട്ട് പോയാൽ ഏശാവ്, പിന്നിൽ ആര് വരുന്നുണ്ട്? സ്തോത്രം. ലാബാനും വരുന്നുണ്ട്. അപ്പം വീണ്ടും ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. സ്വോത്രം. സ്വർഗം ഉടനെ 2 പേർക്കും പ്രത്യക്ഷനായി. യേശാവിനോട് പറഞ്ഞു ഗുണവും ദോഷവും. ലാബാനോട് പറഞ്ഞു നിന്റെ കാര്യങ്ങൾ വല്ലതും എടുത്തിട്ടുണ്ടേൽ റെഡിയാക്കണത്. അങ്ങനെ ഇരുന്നപ്പോൾ ലാബാൻ നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ ഒരു ക്ലിയറൻസ് സെക്ടർ മെറ്റൽ ഡിറ്റക്ടറുമായിട്ട് അകത്ത് കയറി. ഒരമ്മാമ അവിടെ ചാക്കുകെട്ടിലിരുന്നു. ആ അമ്മാമയുടെ പേരാ റാഖേൽ അമ്മാമ. സ്വോത്രം. ഈ പാരമ്പര്യത്തിൻ്റെ ചാക്കുകെട്ടിയിരുന്ന അമ്മാമയെ നീ നിത്യതയിലെത്തത്തില്ല. സ്വോത്രം. ആ ലാബാൻ വന്നപ്പോൾ അപ്പച്ചൻ്റെ കയ്യിലോട്ട് ഈ ചാക്കുകെട്ട് വലിച്ചിട്ട് കൊടുത്ത് പറയണം, അപ്പച്ച കഷ്ടകാലത്തിന് നീ ഞാൻ എടുത്തുകൊണ്ട് പോരുന്ന ഇത് നിന്റെ വീട്ടിൽ തന്നെ വെച്ചേക്കാൻ പറയണം. സ്വോത്രം. ഈ അമ്മാമ പാരമ്പര്യത്തിൻ്റെ ചാക്ക് കെട്ടിരുന്നിട്ട് അബ്രഹാമിന് എസ്റ്റേറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഒരു ഗുഹയുണ്ടായിരുന്നു. അതിൻ്റെ പേരാ കല്ലറ മഗ്ബേല ഗുഹ. വല്ലവരും അത് വായിച്ചിട്ടുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. വചനമൊന്നും അറിയത്തില്ലയോ? എന്നാൽ പിന്നെ കാനാവിലെ കല്യാണം പറയാം. നിറയട്ടെ കവിയട്ടെ. സ്വോത്രം. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് വരുക. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. അമ്മാമ മഗ്ബേല ഗുഹയിൽ പോയില്ല. റാഖേൽ വഴിയരികിൽ വെച്ച് പട്ടുപോയി. അങ്ങനെ വല്ലതും വായിച്ചിട്ടുണ്ടോ? സ്വോത്ര. പാരമ്പര്യത്തിൻ്റെ ചാക്കുകെട്ടിനകത്തിരുന്നാൽ നിത്യതയുടെ കവാടം നീ എത്തത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി പറയണം, അപ്പ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു. നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല.
ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വരുവാൻ ഈ കൺവെൻഷൻ ഓൺലൈനിൽ ആദ്യമായി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പാരമ്പര്യത്തിൻ്റെ ചാക്കുകെട്ടിനകത്ത് കടിച്ചു തൂകാതെ നിത്യതയിൽ കവാടമൊരുക്കുന്ന യേശുവിൻ്റെ മുൻപിലേക്ക് മടങ്ങി വരാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വാ. പുത്രനായ ക്രിസ്തുവിനെ ഇന്ന് രാത്രി കല്ലുമല ഞങ്ങൾ ഉയർത്തുമ്പോൾ പറ, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പ ഈ 2021 ഡിസംബർ വന്ന് കാൽവറി ദർശനത്തിലേക്ക് മടങ്ങി വാ. വലിച്ചെറിയുക പാരമ്പര്യത്തിൻ്റെ ചാക്കുകെട്ടുകൾ. തീർന്നില്ല, അവിടെ ഒരു മൽപ്പിടുത്തം നടന്നു. ഒരു ദൂതൻ രാവും പകലുമായിട്ട് പിടിച്ചു അബ്രഹാം പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. സ്വർഗത്തോടും ദൂതനോടും അവൻ മല്ല് പിടിച്ചുകൊണ്ട് ഉൽപ്പത്തി 32, 27, 28 അവൻ്റെ പേര് കിട്ടി ഇസ്രായേൽ. അതിനു വേണ്ടിയാ ഞാൻ ഈ കറക്കം കറങ്ങിയത് ഇതുവരെ. ആരാ ഇസ്രായേൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമോ? സ്വോത്രം. അത് ലോകത്തിൻ്റെ മധ്യപകുതി 90 ലക്ഷം പേരുള്ള ഒരു രാഷ്ട്രം എന്ന് പറയും. സ്വോത്രം. ഇതൊരു വ്യക്തിയിൽ തുടങ്ങിയതാ ഇസ്രായേൽ. ഇസ്രായേൽ ഉൽപ്പത്തി 32, 27, 28 ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, സ്വർഗത്തോടും ദൂതനോടും മല്ല് പിടിച്ചത് കൊണ്ട് നിന്റെ പേർ ഇസ്രായേൽ. തീർന്നില്ല. അതിനുശേഷം വീണ്ടും സന്തതി പരമ്പരകൾ. വാർദ്ധക്യകാല സന്തതിയായി ഒരുവൻ പിറന്നു. അവൻ്റെ പേരാ യോസഫ്. എവിടെ? യോസഫിൻ്റെ ഒരു കുഴപ്പമുണ്ട്, നല്ല പുള്ളിയൊന്നും അല്ല. ഇടയ്ക്കിടയ്ക്ക് അച്ചായൻ്റെ ചെവി ചെന്ന് നുണ പറയുന്ന ഒരു പരിപാടി യോസഫിനുണ്ടായിരുന്നു. സ്വോത്രം. അതുകൊണ്ടാണ് ഈ നിലയങ്കിയൊക്കെ കിട്ടുന്നത്. ചില കൊച്ചു പാസ്റ്റർമാർ എന്ന് സെൻട്രൽ പാസ്റ്റർ ചെവി കടിക്കുക, ആ ഒരു പരിപാടിയായിരുന്നു യോസഫിനുള്ളത്. സ്വോത്രം. തീർത്ത് പറയുക. സ്വോത്രം. സെൻട്രൽ അച്ചായന്മാരോട് ഞാൻ പറയാം, ആവശ്യമില്ലാത്ത കൊച്ചു പാസ്റ്റർ ചെവി കടി കേൾക്കല്ലേ. ലോകത്തിൻ്റെ അമ്മാമ ചെവി കടിച്ചതുപോലെ പരിപാടിയായിപ്പോ. സ്വോത്രം. കാര്യങ്ങൾ മനസ്സിലാക്കി വേണം കാര്യം റെഡിയാക്കാൻ. സ്വോത്രം. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അവനൊരു ദർശനം കൂടെ കണ്ട്. എവിടെ പോയെന്നറിയാമോ? ശേക്കേമിൽ ആട് വേയിക്കാൻ പോയപ്പോൾ ചേട്ടന്മാർ പറഞ്ഞ് ദർശനക്കാരൻ വരുന്നു. എല്ലാവരും കൂടെ ചവിട്ടി റെഡിയാക്കി അവിടെ ഇട്ട് പൊട്ടക്കിണറ്റിട്ട്. പൊട്ടക്കിണറ്റിൻ്റെ ഒരു പ്രത്യേകത എന്തുവാ? പാമ്പേ, പല്ലി, പഴുതാരയൊക്കെ കിടക്കുന്നത്. അവിടെ വീണവനെങ്ങാനും വല്ലവന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? സ്വോത്രം. പക്ഷെ പ്രോമിസ് ഉള്ളവൻ പൊട്ടക്കിണറ്റിൽ കിടന്നാലും ദയാലുവായ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരും. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ യോസഫേ, നിന്റെ പിൻപിൽ ഒരു വാഗ്ദത്തത്തിൻ്റെ കരമുണ്ട്. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. അവിടുന്ന് പുള്ളിക്കാരൻ എവിടെ പോയെന്നറിയാമോ? അടുത്ത സ്ഥലത്തേക്ക് പോയി. എവിടെ പോയി? നമുക്കറിയാം, മിദ്യാനി ചന്തയിൽ ഇസ്മായിലെ കച്ചവടക്കാർ ഉടുപ്പ് മാറ്റി മാറ്റിയിട്ട് വിട്ടു. അവിടുന്ന് എവിടെ ചെന്നെന്നറിയാമോ? പൊത്തിപേറിൻ്റെ ഭവനത്തിൽ ചെന്ന്. അമ്മാമ പണ്ടേ തന്നെ ഇൻ്റർനെറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മാമ നല്ലൊരു ഗൈ വന്നെന്ന് പറഞ്ഞ് അമ്മാമ പ്രൈസലോട് കൊടുക്കാൻ തുടങ്ങി. യവന് പിടികിട്ടി, യോസഫിന് പിടികിട്ടി. രക്ഷയില്ല. അമ്മാമ നാടൻ ഭാഷയെ പറഞ്ഞാൽ യോസഫിൻ്റെ കയ്യിലെ പിടിച്ച് പോയാലും വേണ്ടിയല്ല, വള്ളക്കാൽ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഒരു മുണ്ട് മേടിക്കാമെന്ന് പറഞ്ഞ് അവൻ മതിലിയാടി. സ്വോത്രം. അവസാനം എവിടെ ചെന്ന് വീണെന്നറിയാമോ? ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ. കണ്ടോ? സ്വോത്രം. ഒരു തെറ്റും ചെയ്യാത്ത യോസഫ് കാരാഗ്രഹത്തിൽ. ദൈവം അവനെ ഉയർത്തി. എവിടെ? അവിടെ കണ്ട് പട്ടിണിക്കഞ്ഞി കുടിച്ചപ്പം പ്രാർത്ഥിച്ചു. അപ്പം പറവന് തോന്നി ഒരു കസേര പണിയാം. സ്തോത്രം. ഒരു സ്വർണ്ണ സരിപ്പള ശരിയാക്കാം, യവനൊരു ചെയറും കൊടുക്കാം. കാരാഗ്രഹത്തിനകത്ത് പട്ടിണിക്കഞ്ഞി കുടിക്കുമ്പോഴും പാപത്തിൻ്റെയും ജഡത്തിൻ്റെയും രാഗമോഹം എത്താതെ നിത്യതയ്ക്ക് വേണ്ടി കറ്റ എഴുന്നേറ്റ ദർശനം കണ്ടവന് വേണ്ടി ഒരു സ്വർണ്ണ സരിപ്പളെ ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ ആദിയെങ്കിൽ കയ്പെങ്കിലും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ മധുരമാക്കുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. സ്തോത്രം. ഈ ഭാഗം കൊണ്ട് അവിടെ അവസാനിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, യോസഫ് ഇപ്പോൾ ഉപപ്രധാനമന്ത്രിയായി. മിസ്രൈമിൽ നല്ല ചാപ്പാട്, ഇസ്രയേലിൽ ഭക്ഷണമില്ല. ചേട്ടന്മാരെന്തോ ഇതെന്നറിയാമോ? ഈ അനിയച്ചാർക്ക് വേണ്ടി അറിയാതെ ഭക്ഷണം ശേഖരിക്കാൻ വന്നപ്പോൾ അപ്പൻ്റെ കാര്യം എല്ലാം പിടികെട്ടി ചാക്ക് കണക്കിന് വലിച്ചിട്ട് കൊടുത്തു. സ്വോത്രം. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു. പോയപ്പോൾ ഒരു 70 പേർക്ക് വിസയും കുറച്ച് രഥവും എവിടത്തേക്ക് വിട്ടു? ഇസ്രയേലിലേക്ക് വിട്ടു. അന്ത്യം ഇന്ന് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞാനത് പറയാം. ഇവരിഞ്ഞ് വന്ന് ഇപ്പം മിസ്രയീം ദേശത്ത് ഇസ്രയേൽ എന്തോ ഇത് പടർന്നു. നമ്പർ 1, ഒരുവന്റെ പേരിൽ ഇസ്രായേൽ. അവർ മിസ്രൈമിനകത്തൊരു ജനതയായി മാറി. നമ്പർ 1, one person named as an Israel, then the community is named as the Israel ജനത, അഥവാ the crowd is named as Israel. അവര് കമ്മ്യൂണിറ്റിയായി. ജനം പെരുകി 30 ലക്ഷം പേരോളമായപ്പോൾ ഒരു യഹൂദൻ എത്രയായി? 10 മിസ്രൈമിനെ തകർക്കാൻ ശക്തി. അത് കണ്ട് പറവോൻ വിചാരിച്ചു അവരെ നിർത്തിയാൽ ശരിയാവിയല്ല. പറവോൻ എന്തോ ഇതെന്നറിയാമോ? അന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്താ കൽപ്പന എന്നറിയാമോ? ഈ ഇസ്രയേൽ ജനത്തെ, എബ്രായ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ മുക്കിക്കൊന്ന് കളയുവാനുള്ള കൽപ്പന ഈ പറവോൻ പുറപ്പെടുവിക്കുന്ന അന്ന് അവൻ്റെ ജനസംഖ്യ കണ്ടിട്ട്. പിന്നെ ബാക്കി
കട്ടക്കളത്തിൽ ഓടിയ വിചാരകന്മാരുടെ അടിയേറ്റു തുടങ്ങി. ആ സമയത്ത് അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ കഷ്ടത ഞാൻ കേട്ടു, അവരുടെ നിലവിളി എൻ്റെ അരികിലെത്തി. ആ സമയത്ത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, 4-ാം തലമുറയിൽ ഒരു വിമോചകൻ ജനിക്കും, അവർ മടങ്ങി വരും. വായിക്കാം, പുറപ്പാട് പുസ്തകം 13:3. വാക്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വായിച്ചോണം. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ പുറപ്പാട് 13:3. ഒന്നാമത് ദൈവത്തിന്റെ കരം ഇസ്രായേൽ ജനത്തിന്. വായിച്ചാട്ടെ. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവിൻ. അടുത്തത്, യഹോവ ബലമുള്ള കൈകൊണ്ട് കര ഉയർത്തുന്നില്ലല്ലോ. കർത്താവിന്റെ കൈ എത്ര? നിന്റെ അടിമ വീട്ടിൽ നിന്ന് നിന്നെ പുറപ്പെടുവിക്കണമെങ്കിൽ അവന്റെ ബലമുള്ള കൈ. വായിച്ചാട്ടെ മോളെ, അവന്റെ ബലമുള്ള കൈ കൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. മതി. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ മടങ്ങി വരവ് ആഴമേറിയ ചെങ്കടലിലേക്ക് വന്നു. തീർന്നില്ല. അതിനുശേഷം മോശ മുട്ടുമടക്കുന്നു, വടി നീട്ടുന്നു. അന്ന് രാത്രി മുഴുവൻ പുറപ്പാട് ഒരു പെരുങ്കാറ്റിനെ, കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ചു. ചെങ്കടൽ വിഭജിച്ചു. ദൈവജനം മറുകരയിലേക്ക്, വാഗ്ദത്ത ദേശത്തിലേക്ക് അവർ കടന്നു വരുന്നു. ആ കടന്നുവരുവൽ യോശുവയും കാലേബും പിന്നത്തതിൽ അവർ ഇസ്രയേലിന് അവകാശികളാകുന്നു. ഒരു വ്യക്തിയിൽ തുടങ്ങി മിസ്രയീമിൽ ജാതിയായി അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്ത കനാനിലേക്ക് വരുന്നു. ജനം പെരുകുമ്പോൾ ഒന്നാമത്തെ സംഭവം നടക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം വരുമ്പോൾ ഇസ്രയേലിനകത്ത് ഒരു രാജാവോ മന്ത്രിയോ ഇല്ലാത്ത കാലം. അതിൻ്റെ പിൻപിൽ ദൈവജനത്തിന് വേണ്ടി ഒരു രാജാവിനെ അവർ കൊടുക്കുന്നു. കഴുതയെ അന്വേഷിച്ചു പോയ ശൗലിനെ ഇസ്രയേലിന്റെ രാജാവാക്കി. ചരിത്രം 30 മുതൽ 70 വരെ. 30-ാമത്തെ വയസ്സിൽ തുടങ്ങി 70. ശൗൽ പട്ടുപോയി. അവൻ ദൈവത്തിന്റെ ന്യായം വിട്ടു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം രണ്ടാമതൊരുവനെ കൊണ്ടുവന്ന് ദാവീദ് 30-ാമത്തെ വയസ്സിൽ രാജാവായി. ഏകദേശം 40 വർഷത്തോളം ഇസ്രയേലിനെ ഭരിച്ചു. അതിനുശേഷം ആലയം പണിവാൻ അവൻ പദ്ധതിയിട്ടു. അവന്റെ മകനായ ശലോമോൻ 20-ാമത്തെ വയസ്സിൽ ഭരണമേറ്റു. 40 വർഷം ഭരിക്കുന്നു. 60-ാമത്തെ വയസ്സിൽ അവന്റെ ഭരണം നഷ്ടപ്പെടുന്നു. അവന്റെ തലമുറ രഹോബായം വരുന്ന സമയത്ത് ഈ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. 1 ഇസ്രയേൽ, 2 യഹൂദിയ. ഇസ്രയേലിന്റെ വിഷയം 9 ഗോത്രങ്ങളും യഹൂദിയയുടെ 3 ഗോത്രങ്ങളും. ഇസ്രയേലിന്റെ തലസ്ഥാനം വരുന്നു ശമരിയ. യഹൂദിയുടെ തലസ്ഥാനത്തിന്റെ പേര് ജെറുസലേം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കറങ്ങി വന്നത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഏകദേശം യഹൂദിയയിൽ 21, ഇസ്രായേൽ 19 രാജാക്കന്മാർ, 350 രാജാക്കന്മാർ 350 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിന്റെ കൊച്ചുമകനായ യഹോവയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാമത്തെ ആണ്ടിൽ നെബൂഖദ്നേസർ ഇസ്രായേലിനെ ആക്രമിച്ചു. എന്താ സംഭവിച്ചത്? സിംഹാസന സഹിതം കൊണ്ടുപോയി. 4 സാമ്രാജ്യത്വങ്ങൾ ഇസ്രയേലിനെ വെട്ടിവിഴുങ്ങി. തുള്ളൻ, വെട്ടുക്കിളി, പച്ചപ്പുഴു, വെട്ടിൽ 4 ഒരുമിച്ച്. ബാബേൽ, മേദ്യപാർസ്യ, ഗ്രീസ്, അത് കഴിഞ്ഞിട്ട് റോം. പുതിയ നിയമത്തിലേക്ക് കടക്കാം. ഈ ഇസ്രയേൽ ജനം ഈ 4 രാജ്യത്വങ്ങളിൽ നിൽക്കുമ്പോൾ സങ്കലന യുഗത്തിൽ പാപത്തിന്റെ പരിഹാരത്തിനായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായി 1, അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14, 42 തലമുറകളുടെ പട്ടികയ്ക്കകത്ത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായി യേശു വരുന്നു. സങ്കലന യുഗത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ വരുന്നു. എന്താ പറയുന്നത്? യെശയ്യാവ് 40 വരുമ്പോൾ, സർപ്പസന്തതികളെ വരുവാനിരിക്കുന്ന കോപ ദിവസത്തിൽ നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുക, മരുഭൂമിയിൽ ദുർഘട പാതകൾ നിരപ്പാക്കി യഹോവയ്ക്ക് വഴിയൊരുക്കുക. പാപത്തിന്റെ പരിഹാരത്തിനായി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ബേഥലഹേമിന്റെ മധ്യപകുതിയിൽ നമ്മുടെ നാഥൻ പൂജാതനാകുന്നു. AD 30 വരുമ്പോൾ നിങ്ങൾക്കേവർക്കും അറിയാം, ഓശാന പെരുന്നാൾ. അവൻ എന്താ ചെയ്തത്? ആലയത്തിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ പ്രഭാഷണത്തിന്റെ കാലിക പ്രസക്തിയുള്ള ഘട്ടങ്ങളിലേക്ക് വരുന്നു. ആലയത്തിനകത്ത് കഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ടവൻ വരുമ്പോൾ യെരൂശലേമിന്റെ ദൈവാലയത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം നടക്കുന്നു. കാലിക പ്രസക്തിയുള്ള യുഗാന്ത്യ സംഭവത്തെ പറ്റി പറയുമ്പോൾ സായം സന്ധ്യയിൽ യഹൂദന്റെ പ്രഭാഷണം മുഴുവൻ കേൾക്കുന്നു. ശിഷ്യന്മാർക്ക് ഭയങ്കര ദാഹം. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു, ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പ്. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്ന നിങ്ങൾ കാണുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുക, എന്നാൽ എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ഈ തലമുറ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. കണക്റ്റഡ് വിത്ത് ജെറുസലേം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഈ പ്രവചനം കണ്ട എത്ര പേരുണ്ട്? സ്വോത്രം. കല്ലുമലക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അത്തി തളത്തില്ലേ? കോവിഡിന്റെ മറവിൽ ഒരു വാക്സിനുമായിട്ട് മൈക്രോചിപ്പായിട്ട് അവൻ വരുന്നില്ലേ? RFID ആയിട്ട്. സ്വോത്രം.
അത് കഴിഞ്ഞിട്ട് മിന്നൽ പ്രളയം നടക്കുന്നില്ല. അതിൻ്റെ മലയാള അർത്ഥം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 95% പേരും, പലരും എന്നെ കുറ്റം പറയും, കുഴപ്പമില്ല, ശവപ്പെട്ടിക്കകത്ത് നിങ്ങൾ കയറാൻ കർത്താവ് അനുവദിക്കത്തില്ല. സ്വോത്രം. അതിനു മുമ്പ് ഏലിയാവ് പോയോലെ പോകും. അതുകൊണ്ടല്ലേ അമേരിക്ക കെൻഡക്കി അടിച്ചുകൊണ്ടിരുന്നവനെ എല്ലാം കാറ്റ് കൊണ്ടുപോയത്. സ്വോത്രം സ്വോത്രം. അതുപോലെ ഇവിടുന്ന് കെൻഡക്കി അടിക്കേണ്ട പ്രാർത്ഥിക്കുന്നവനെ എല്ലാം രഥത്തിനകത്ത് കയറ്റിക്കൊണ്ടുപോകാൻ കർത്താവ് വരാറായി. സാമ്പിളായപ്പോൾ അടിച്ചത് കെൻഡക്കിയിലും ഇല്ലിനോയിലും. സന്തോഷമില്ലല്ലോ, ചെറുപ്പക്കാരും പത്രം വായിക്കുന്നില്ലോ. സ്വോത്രം. ഗോഡവനുകൾ പറത്തിക്കൊണ്ട് പോയതെല്ലാം മനുഷ്യരെ ഇവിടെ പാടത്തില്ലേ, പ്രാക്കളെ പോലെ നാം പറന്നിടുമേ. സ്വോത്രം. കല്ലുമല അങ്ങനെയാണോ പാടുന്നത്? അതോ ചട്ടിമാറും കട്ടമാറും കല മാറുമെന്നാന്നോ? സ്വോത്രം. അതൊക്കെ കോവിഡിൽ പോയില്ലയോ? സ്വോത്രം. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ കവിഞ്ഞൊടുക്കുന്ന അനുഗ്രഹം, കരിസ്മ, ദ്വന്ദ്വത്വം, ഡുനാമി, സുനാമി എല്ലാത്തിനെയും ഒരു ഗ്രാം ഒതുക്കിയില്ലേ? സ്വോത്രം. നല്ലതും ക്ലിയറുമായിട്ടുള്ളതിനെ തെളിച്ചില്ലേ കോവിഡ്? കർത്താവ് അറിഞ്ഞുകൊണ്ടാ മക്കളെ ചൈനയിൽ ഇതൊക്കെ ഇറങ്ങിയത്. സ്വോത്രം. ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് എന്നെല്ലാം ക്ലിയർ ആയില്ലേ? സ്വോത്രം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. തീർന്നില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശീകരണം AD 30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച ക്രൂശീകരണം. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. വായിച്ചവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. മത്തായി 27, 25 റഫറൻസ്. ഇതെല്ലാം പറയാൻ പറ്റത്തില്ല. തീർന്നില്ല. ലോകത്തിൻ്റെ 5 വൻകരകളിലേക്ക് അവർ കുപ്പിപ്പാത്രം ചിതറുന്ന പോലെ AD 68 മുതൽ അവർ ചിതറുവാൻ തുടങ്ങി. AD 70 രണ്ടാമത്തെ ചിതറക്ക്. AD 135 കൊച്ചി മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ യഹൂദൻ ചിതറി. അങ്ങനെയെങ്കിൽ ഇനി എങ്ങനെ ഇവർ മടങ്ങി വരും? ഒന്നാമത് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ബലമുള്ള കരം നീട്ടി 1867 ഫ്രാൻസിൽ ഒരു പരേഡ് നടക്കുന്നു. ആരാ? അന്ന് ഇസ്രയേലിന്റെ ഒരു ക്യാപ്റ്റൻ പരേഡിൽ പോകുമ്പോൾ എന്താ ഒരു ചെറുപ്പക്കാരൻ, അവന്റെ പേര് ഇസ്രയേലിന്റെ പത്ര റിപ്പോർട്ടറായി ഫ്രാൻസിന് വേണ്ടി ലോഡ് ചെയ്യുന്നവനാ തിയോഡർ ഹൻസ്. പ്രഭാതത്തിൽ അവൻ 2 നില ബാൽക്കണിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിശയകരമായ ഒരു കാഴ്ച കാണുവാനിടയായി. പുറകെ പോകുന്ന ഒരു കമാൻഡറെ അടിച്ചു കൊല്ലുന്ന ഒരു കാഴ്ച. അവൻ താഴേക്ക് ഇറങ്ങി. എന്തിന് ഫ്രാൻസുകാരോട് അവനെ അടിച്ചു കൊല്ലുന്നു? ഒരു യഹൂദനെ അടിച്ചു കൊന്നാൽ സ്വർഗത്തിൽ പോകാം, അവൻ ശപിക്കപ്പെട്ടവൻ. ആ പേപ്പർ അവിടെ വലിച്ചെറിഞ്ഞു. 30 വർഷം ഒരു ചെറുപ്പക്കാരൻ ഉപവാസം എടുത്തു. അവന്റെ പേര് തിയോഡർ ഹൻസ്. 1897 ബാസലിനകത്ത് ഒരു മിഷൻ കൂടി. അതിന്റെ പേര് സിയോൺ സംഘം. അന്നൊരു ചെറുപ്പക്കാരനെ വീണ്ടും അതിന്റെ പ്രസിഡന്റായി ചെയ്യാം വൈസ്മാൻ. 16 പേജുള്ള ഒരു ബുക്കിലെറ്റ് ലോകം മുഴുവൻ അടിച്ചു. അന്ന് പ്ലെയിനൊന്നും തുടങ്ങിയിട്ടില്ല. യഹൂദ ജനത്തോട് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇത്ര ശാപമേറ്റൊരു ജനത. പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്തിലേക്ക് അബ്രഹാമിന്റെ തലമുറകളെ ദൈവം വിളിക്കുമ്പോൾ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. ഇന്ന് ഭക്ഷിക്കാനൊന്നുമില്ല. പല്ലിയുടെ വാല്, ചെരുപ്പിന്റെ വാറ്, ഇലവർഗ്ഗങ്ങള്, ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കുമ്പോൾ അവർ പറഞ്ഞു, ഇല്ല, കാൽവറിയിൽ ഞങ്ങൾ മറുതലിച്ചത് കൊണ്ട് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും ശാപം. 897 പ്രാർത്ഥന തുടങ്ങി വേഗത്തിൽ. 1903 റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഈ ബുക്കിലറ്റ് യാനങ്ങൾ വഴി ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും എത്തി. മട്ടാഞ്ചേരി മുതൽ അവർ ഉപവാസം തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഒരു പദ്ധതി വെച്ചു. അന്നത്തെ സംഭവമാ ആസ്ട്രിയയും സെർബിയയും തമ്മിലുള്ള 1ാമത്തെ യുദ്ധം. ഫെർഡിനൻഡ് രാജകുമാരന് സോഫിയ രാജകുമാരി എവിടേക്ക് പോകുന്നു? സെർബിയയിലേക്ക് പോകുമ്പോൾ എക്സിബിഷൻ നടക്കുമ്പോൾ ഫെർഡിനൻഡ് രാജകുമാരന്റെ അംഗരക്ഷകന് കുത്തേൽക്കുന്നു. ആശുപത്രിയിൽ അദ്ദേഹത്തെ ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കി കിട്ടി. എന്താ മനസ്സിലാക്കി കിട്ടിയത്? രക്ഷയില്ല. ആശുപത്രി ബാധിക്കുന്ന രാജാവ് ഫെർഡിനൻഡ്, ഓസ്ട്രിയയുടെ ചക്രവർത്തിയായ ഫെർഡിനൻഡിന് ഹല്ലേലൂയ വയറ്റത്തേക്ക് ക്രൂരമായ ഒരു ആയുധം കുത്തുന്നു. അവിടെ വെച്ച് മരിക്കുന്നു. ലോകം 2 ചേരി, ബ്രിട്ടൻ, ഓസ്ട്രിയ, സെർബിയ, ജർമ്മനി. ഏകദേശം വർഷങ്ങളോളം 14 മുതൽ 17 വരെ യുദ്ധം നടക്കുന്നു. അന്ന് ബ്രിട്ടന്റെ മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്. അവന്റെ പേരാ ചിയാം വൈസ്മാൻ. സിയോൺ സംഘത്തിന്റെ പ്രസിഡന്റ്. TNT ട്രൈനൈട്രോ ടൊളുവിൻ സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്നുണ്ടാക്കി. പക്ഷേ ജർമ്മനിയുടെ കപ്പൽപ്പടയെ തകർക്കുവാൻ അറിയത്തില്ല. അന്ന് അവൻ തിരുവചനം എടുത്തു. ഏതാ തിരുവചനം? ഇയ്യോബ് 38, 22, 23. നീ ഹിമത്തിന്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? പോരും പടയുമുള്ള നാളിലേക്ക് ഞാൻ അതിനെ വെച്ചിരിക്കുന്നു. അത് വെച്ച് ജർമ്മനിയുടെ കപ്പൽപ്പട തകർത്തു. ബ്രിട്ടനിലെ ചക്രവർത്തിയായിരുന്ന ഡേവിഡ് ലോയൻ ജോർജ്, ഗവർണർ ആർതർ ബാൽബോർഡ്, ഡേവിഡ് അലൻബി ഈ യഹൂദനായ ചെറുപ്പക്കാരനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഞങ്ങളെ ഈ യുദ്ധത്തിൽ വിജയിപ്പിച്ചത് അങ്ങ് എന്ത് മറുപടി തരണം? അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ലോകത്തിന്റെ 5 വൻകരകളിൽ ചിതറുക സാറേ, ഞങ്ങൾക്ക് മടങ്ങുവാൻ ഒരു ദേശം വേണം. 1917 ലോക ചരിത്രം വേൾഡ് ഹിസ്റ്ററി ഇത് പഠിക്കാതെ ബിരുദം കിട്ടത്തില്ല. നവംബർ 11 രാത്രി 11 സെക്കൻഡ് ഉള്ളപ്പോൾ രാജ്യം കിട്ടിയില്ല, അവർക്കൊരു സ്ഥലം കിട്ടി. അതിന്റെ പേരാ ഇസ്രയേൽ കോളനി. എന്റെ യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പ്, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ. എത്ര ദിവസം ഇവിടെ കല്ലുമലയ്ക്ക് പ്രസംഗിച്ചാൽ തീർന്നില്ല. സയൻസും ചരിത്രവും ഞാൻ ഓടിപ്പോ എൻ്റെ സമയത്ത് അവസാനിപ്പിക്കണം. തീർന്നില്ല. രണ്ടാമത് വീണ്ടും ഒരു ലോകമഹായുദ്ധം. 1917 ഈ ലോകമഹായുദ്ധം നടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അത് പറയാൻ മറന്നു പോരുത്. 3 കാര്യം നടന്നു.
1917 ഇസ്രയേലിൻ്റെ അത്തിച്ചെടി കുഴിച്ചു വെക്കുന്നു. ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. ആർക്കും അറിയത്തില്ലല്ലോ ഇയ്യോബ് പറഞ്ഞത്, ആരും മിണ്ടുന്നില്ലല്ലോ. ആരൊക്കെ വെട്ടിക്കളഞ്ഞാലും, നിലത്ത് വേര് പഴകിയാലും, കുറ്റി കെട്ടുപോയാലും, പ്രാർത്ഥനയുടെ ഗന്ധം, വെള്ളത്തിൻ്റെ മണം കൊണ്ട് നിന്നെ പൊട്ടിക്കിളിപ്പിക്കും. ഇന്ന് രാത്രി ആത്മാവിൽ ആ ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അമ്മാമെ ഭാരപ്പെടേണ്ട. ആരൊക്കെ നിന്നെ വെട്ടിയാലും, കുറ്റി നിലത്ത് കെട്ടുപോയാലും, നിന്റെ കുടുംബം എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞാലും, ഇന്ന് രാത്രി വിശ്വാസത്താൽ പറയണം, ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അമേരിക്കയിലെ പണം തീരട്ടെ, ഗൾഫിലെ ജോലി തീരട്ടെ, ഇവിടെ വീട്ടിനകത്ത് ജോലി ഇല്ലാതിരിക്കട്ടെ, ഒരുപക്ഷെ ഇനി ലോക്ക്ഡൗൺ വരട്ടെ. ഇന്ന് രാത്രി കൃപയാൽ പറയണം, എൻ്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. കല്ലുമല ദൈവസഭയെ സാധാരണ ദൈവമല്ല. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കിയെങ്കിൽ, ഇന്ന് രാത്രി പറയണം, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, എൻ്റെ നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ആകാശത്തിന്റെ മണ്ഡലത്തിൽ കടന്നു കയറിയാൽ അവിടെയും അവൻ്റെ കരമ തേടിയെത്തും. ഇല്ല, ഭൂമിയുടെ കീഴെ പാതാളത്തിനകത്ത് ഞാൻ കിടക്ക വിരിച്ചാലും അവൻ്റെ കരം എന്നെ തേടിയെത്തും. അതുകൊണ്ട് ഈ യോഗം പിരിയുമ്പോൾ പറയണം, എൻ്റെ വശത്ത് 1000 പേരും, സന്തോഷമില്ലല്ലോ, എൻ്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എന്നാൽ അതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. കല്ലുമല ഇന്ന് രാത്രി ഉയരത്തിലെ ക്യാമറ നിന്നെ നീട്ടിപ്പിടിച്ചിരിക്കുന്ന രാത്രിയാ. ഭൂകമ്പം വരട്ടെ, കൂട്ടിക്കൽ പൊട്ടട്ടെ, അമേരിക്ക ചുഴലിക്കാറ്റടിക്കട്ടെ, പാല മീനച്ചിൽ അല്ലിൽ ഭൂമി ഉലുക്കം വരട്ടെ, നിന്റെ വീട് താന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാര്യം കീഴ ശാശ്വത ഭുജങ്ങൾ വെച്ചിരിക്കുന്ന മഹാദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമുയർത്തി പറ, എൻ്റെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. യെസ്, 3 സംഭവം നടക്കുന്നത്. 1917 നവംബർ 2, 12 ബാൽഫോർ ഡിക്ലറേഷൻ, ഇസ്രായേലിന് ചെടി. അന്ന് ഇവിടെ ഒരു സംഭവം നടന്നു. അത് സാർ ചക്രവർത്തിമാരുടെ കമ്മ്യൂണിസ്റ്റ് ഭരണം തീർന്നു റഷ്യയിൽ. അന്നാണ് കാറൽ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ആദ്യമായി റഷ്യയിൽ കൊടി ഉയർത്തുന്നത്. കാറൽ മാർക്സ് യഹൂദന, സർവ്വലോക തൊഴിലാളികളെ സംഘടിപ്പിക്കും. അന്നൊരു സംഭവം ഇവിടെ വന്നു. അതിൻ്റെ പേരാ എന്താണെന്നറിയാമോ? സ്പാനിഷ് ഫ്ലൂ. 1917 ഒരു മഹാവ്യാധി, 5.5 കോടി പേർ പോയി. അടുത്ത 100 വർഷത്തിന് ശേഷം കോവിഡ്. ഇതെല്ലാം ലോകത്തിൻ്റെ അന്ത്യത്തിലേക്ക്. 2ാം ലോക മഹായുദ്ധം 39 മുതൽ 45 വരെ 5.5 കോടി പേർ മരിച്ചു. ആരാധന ജയിപ്പിച്ചത് ടിക്കോ ഫെർമി, 2ാമത്തവൻ. അവനോട് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ചോദിച്ചൊരു കാര്യമുണ്ട്. ഹാരിയസ് ട്രൂമാൻ ഹിരോഷിമ നാഗസാക്കി വിജയത്തിൽ ചോദിച്ചു, എന്തോ വേണം? പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ കാൽ ചവിട്ടിയ ദേശത്തേക്കൊന്ന് മടങ്ങി വരണം. 1948 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയൻ കൊടി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളർത്തു. എന്തുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, 48-ന് 70 കൂട്ടിയാൽ 2018, ഇന്ന് 21. ഇസ്രയേൽ എന്ന് പറയുന്ന വയോധികൻ 73 വയസ്സായതേ ഉള്ളൂ. മനുഷ്യൻ്റെ ആയുസ് 70, ഏറെ ആയാൽ 80, പിന്നെ ബാക്കിയെല്ലാം ഗ്രേസ് പീരീഡ്. കർത്താവ് എന്ന ബോണസാ. സ്വത്രം. ഈ തലമുറയിൽ എൻ്റെ പ്രാണപ്രിയൻ വരും ഇസ്രയേൽ. എത്ര കാര്യം ഇന്ന് രാത്രി കേട്ടോണം. എന്തുകൊണ്ട് ഞാൻ പറയുന്നു, ഇസ്രയേൽ മടങ്ങി വന്നു. അന്നേ 1948 മെയ് 14 ഡേവിഡ് ബെൻ ഗൂറിയൻ കൊടി ഉയർത്തി. ആ സമയത്ത് ഒരു പ്രവചനത്തിൻ്റെ നിവർത്തിയ ഇസ്രയേൽ ജനതയുടെ മടങ്ങി വരവ്. വായിക്കാം. യെശയ്യാ പ്രവചനം 11:12 വാക്യങ്ങൾ. ബൈബിളുള്ള കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചോണം. നിങ്ങൾക്ക് ബാക്കി ഹിസ്റ്ററിയും കൂടെ പറഞ്ഞുതരാം. യെശയ്യാ 11:12 വാക്യം വായിച്ചാൽ, കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ ലോകത്തിന്റെ 5 വൻകരകളിൽ ചിതറിപ്പോയി. കുഞ്ഞു വായിക്കുന്ന വാക്യം അക്കമിട്ട് പഠിച്ചോണം. നിങ്ങൾക്കും പ്രസംഗിക്കാം. അന്നാളിൽ കർത്താവ് തന്റെ ശേഷിപ്പിച്ചിരിക്കുന്ന ജനത്തെ വായിച്ചാട്ടെ. ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും ക്രൂശിൽ നിന്നും ഏലാമിൽ നിന്നും. മക്കളെ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ പോകാതെ ഓരോ രാജ്യങ്ങളുടെ പേര് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, ഇത്ര ലിറ്ററേച്ചർ പീപ്പിൾ അല്ല. വായിക്കാം. അന്ന് അശൂരിൽ നിന്നും നമ്പർ 1 അശൂർ. നിർത്തി പറമോളെ. അശൂർ, സിറിയ. അടുത്തത് മിസ്രൈമിൽ നിന്നും. മിസ്രൈം, ഈജിപ്റ്റ്. അടുത്തത് പത്രോസിൽ നിന്ന് യൂറോപ്യൻ സമൂഹത്തിൽ നിന്ന്. അടുത്തത് ക്രൂശിൽ നിന്നും. കൂശ്, എത്യോപ്യ. അടുത്തത് ഏലാമിൽ നിന്നും. ഏലാം, ഇറാഖിന്റെ ഒരു ഭാഗം. അടുത്തത് ഷിനാറിൽ നിന്നും. ഷിനാറിൽ, ബാബേലിന്റെ മറ്റേ കര മെസൊപ്പൊട്ടേമിയ, അവിടെയും കടന്നവന്മാർ. അടുത്തത്
ഹമാത്തിൽ നിന്നും. ഹമാത്ത് ഇന്നത്തെ മസ്കറ്റിന്റെ പേരാ ഹമാത്ത്. വെളിപ്പാട് 12. അടുത്തത് വായിക്കാം. സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും. കൊച്ചി മട്ടാഞ്ചേരി മുതൽ കടന്നവനെ എല്ലാം തിരിച്ച് കൊണ്ടുവരുമെന്ന്. വായിര അടുത്ത വാക്യം കൂടെ. കരമുയർത്തുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും. രണ്ടാം പ്രാവശ്യവും സ്വർഗം കൈനീട്ടും. കരമുയർത്തിയാട്ടെ. ഒന്നാമത്തെ പ്രാവശ്യം മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീമിൽ കിടന്ന് ഇസ്രായേൽ ജനത്തെ മടക്കിക്കൊണ്ടുവന്ന് അവരെ ഒരു ജാതിയാക്കി. തീർന്നില്ല, രാഷ്ട്രം കംപ്ലീറ്റ്. രണ്ടാമത് സ്വർഗത്തിന്റെ കരം നീട്ടും. പ്രവചനം യെഹെസ്കേൽ 11:17. ഇസ്രായേൽ എന്ന രാഷ്ട്രം കിട്ടുമോ? യെഹെസ്കേൽ 11:17 വായിച്ചാട്ടെ. എസെക്കേൽ 11:17. ഇനിയാണ് ഞാൻ ഈ സിറിയയിലേക്ക് പോകുന്നത്. വായിക്കാം. യെഹെസ്കേൽ 11:17 വായിച്ചാട്ടെ മോളെ. യെഹെസ്കേൽ പ്രവചനം 11-ാം അധ്യായം 17-ാം വാക്യം. യഹോവയായ കർത്താവ് വായിച്ചാട്ടെ. ആകയാൽ നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത്. പ്രവചനം ഇത് കേൾക്കണം. നൈജീരിയ മുതൽ നിങ്ങളുടെ തൊട്ടടുത്ത് കൊച്ചി മട്ടാഞ്ചേരി വരെ ശേഖരിച്ച്. അടുത്ത വാക്യം. ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. രണ്ടാമത് മടക്കി തരും. ക്ലിയറായോ? 48 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടിയുയർത്തി പറഞ്ഞു, അത്തി തളർത്തു കൊമ്പളതായി. അന്ന് ജനസംഖ്യയില്ല ദൈവാസന്മാരെ. ആകെ അവന്മാർ 3 ലക്ഷം പേരേ ഉള്ളു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഒരു സംഘടന വന്നു. അവന്റെ പേരാ ലീഗ് ഓഫ് നേഷൻസ്. വെടി വേണ്ട. രണ്ടാം ലോക മഹായുദ്ധത്തിൽ വേറൊരുത്തം വന്നു, യുണൈറ്റഡ് നേഷൻസ്. ആ യുണൈറ്റഡ് നേഷൻസിനകത്ത് ഒരു രാജ്യത്തിന് അംഗത്വം കിട്ടണമെങ്കിൽ 7 ലക്ഷം പേർ വേണം. 3 ലക്ഷം പേരെ ആകെ ഇസ്രായേലിലുള്ളു. എവിടുന്ന് കിട്ടും? മാവേലിക്കര VSM-ഉം പരിമല കാർഡിയാക്കും KM ചെറിയാനും പുഷ്പഗിരിയും എയിംസും ഒക്കെ. ഈ എയിംസിന് MBBS അംഗീകാരം തരാൻ വരുമ്പോൾ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ സെർച്ച് നടത്തും. 400 ബെഡുണ്ടോ, ICU ഉണ്ടോ, വെന്റിലേറ്റർ. അന്നേരം നമ്മുടെ മാവേലിക്കര അനാഥ മന്ദിരത്തിൽ കിടക്കുന്ന എല്ലാത്തിനെയും ഹോസ്പിറ്റലുകാർ കൊണ്ടുപോകും. സ്വോത്രം. ഫ്രീ ട്രീറ്റ്മെന്റ്, ട്രിപ്പ്, അപ്പച്ചന് തടവക്കം, ഇതെല്ലാം കൊണ്ടുപോകും. സ്വോത്രം. എന്തിനായാലും ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ കാശും കൊടുക്കണം, 400 പേരെയും കാണിക്കണം. അങ്ങനെയാണ് ഈ പുഷ്പഗിരിക്കാരനും പരിമലക്കാരനും തിരുവനന്തപുരം കാരക്കോണക്കാരനും എല്ലാം MBBS അടിച്ചു മാറ്റുന്ന. സ്വോത്രം. അതുപോലെ 3 ലക്ഷം പേര് ഇസ്രായേൽ ജനത ഉള്ളായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സിറിയ, ഈ റഷ്യയുടെ ബോർഡർ, അതിലേക്കൂടെ അർമീനിയ എന്നൊരു 4 ലക്ഷം പേരെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നു. ഈ 7 ലക്ഷം നുഴഞ്ഞു കയറിയവന്മാരെ വെച്ചു. അങ്ങനാണ് ഇസ്രായേൽ രാഷ്ട്രമായത്. അതുകൊണ്ടാണ് ഈ വിശുദ്ധ നാട് എന്നുള്ള പേരും പോയത്. അർമീനിയക്കാരൊന്നും ഗുണപ്പെട്ടവനല്ല. അവിടെ ഡാൻസും പാർട്ടിയും ഇടയ്ക്കിടയ്ക്ക് ബീച്ചിരുന്ന് കല്ലു അടിച്ചുകൊണ്ടിരിക്കുക. അത് യഥാർത്ഥ യഹൂദനല്ല. യഥാർത്ഥ യഹൂദൻ മോശയുടെ പിന്തുടർച്ചക്കാർ. ഹസദിക്ക്, ഹർദീക്ക്, നെട്ടൂരി കറുത്ത, കണ്ടില്ലേ, കറുത്ത കുപ്പായോ, കറുത്ത തൊപ്പി, തലയിൽ ചപ്പാത്തി മടക്കി വെച്ചേക്കുന്ന ഒരു തൊപ്പിയും വെച്ചിട്ട് വിലാപം അതിൽ ഇടിക്കുന്ന യഹൂദനാ യഥാർത്ഥ യഹൂദൻ. ബാക്കിയെല്ലാം നുഴഞ്ഞു കയറിയവന്മാരാ ബോർഡർ വഴി. സ്വോത്രം. ഈ 7 ലക്ഷം പേരെ കാണിച്ചപ്പോൾ അന്നത്തെ യുണൈറ്റഡ് നേഷൻസിനകത്ത് 1949 ഫെബ്രുവരി മാസം 2-ാം തീയതി ലോക ചരിത്രത്തിൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി. 20,770 കിലോമീറ്റർ ഇസ്രായേൽ. ബൈബിൾ ചരിത്രം. തൊട്ടപ്പുറത്ത് ഒരുത്തൻ കിടപ്പുണ്ട് 6,780 കിലോമീറ്റർ. അവരുടെ പേര് ജോർദാൻ. ഈ കിഴക്കൻ ജെറുസലേം 674 കിലോമീറ്റർ. അന്നേ അവൻ പ്രശ്നമാ. ഇത് ആരുടെ കയ്യിലായി? കിഴക്കൻ ജെറുസലേം. അന്തിമ യുദ്ധത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ കിഴക്കൻ ജെറുസലേം ഇസ്രായേലിന്റെ കയ്യിൽ, ഈജിപ്തിന്റെ കയ്യിൽ, UN-ന്റെ കയ്യിൽ, പലസ്തീന്റെ കയ്യിൽ. തീർന്നില്ല. 67-ൽ 6 ദിന അറബ് ഇസ്രായേൽ വാർ. 6 രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ അടിക്കാൻ ശ്രമിച്ചു. ആര്? സൗദി അറേബ്യയിലെ നാസർ, ഈജിപ്തിലെ പ്രസിഡന്റ്, സിറിയ അടക്കമുള്ള 6 രാഷ്ട്രങ്ങൾ. 400 കോമ്പാക്ട് വിമാനങ്ങൾ ഈ ഈജിപ്തിന്റെ എയർപോർട്ടിൽ കിടക്കുമ്പോൾ അന്ന് ഇസ്രായേൽ കരയാൻ തുടങ്ങി. എത്ര വയസ്സുണ്ട് ഈ കുഞ്ഞിന്? 19 വയസ്സ്. 48 തൊട്ട് 19 വയസ്സുള്ള ഒരു ബാലകൻ ദാവീദിനെ പോലെ നിൽക്കുക. അവൻ ഒരു പരിപാടി ചെയ്തു. 150 മീറ്റർ ഉയരത്തിൽ പോയാൽ വിമാനത്തെ റഡാറിനകത്ത് പെടുത്തത്തില്ല. ആ 150 മീറ്റർ ഉയരത്തിൽ ഒരു പ്രഭാതത്തിൽ ഈജിപ്തിനെ അവൻ ആക്രമിച്ചു. ഈജിപ്തിനെ അവൻ ആക്രമിച്ചപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 400 കോമ്പാക്ട് വിമാനങ്ങൾ ഈജിപ്തിന്റെ തകർന്നു. അറബ് രാഷ്ട്രം നിലവിളിച്ചു, യുദ്ധം അവസാനിപ്പിച്ചു. അന്ന് ഇസ്രായേൽ ഒരു പണി ചെയ്തു. ഈ കിഴക്കൻ ജെറുസലേം മുഴുവൻ അവന്റെ കസ്റ്റഡിയിലാക്കി. നമ്പർ 1 പരിഭ്രമപാത്രം. അന്നാളിൽ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമപാത്രമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്കും. കണ്ടോ? അന്ന് ഇസ്രായേൽ ഇത് പിടിച്ചു. എന്താ ജെറുസലേം? 16 പ്രത്യേകത ജെറുസലേമിന്. ലോകത്തിന്റെ മധ്യപകുതി, ദാവീദിന്റെ പട്ടണം, 5000 വർഷം പഴക്കം, പുണ്യസ്ഥലങ്ങൾ, ദേവാലയക്കുന്ന് 4, 5,
അലക്സ മോസ്ക് മുഹമ്മദ് നബിയുടെ. 6 മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തെന്ന് പറഞ്ഞ ഡോം ഓഫ് ദ റോക്ക് ഇവിടെ. യേശുവിൻ്റെ അമ്മയുടെ കല്ലറ ഇവിടെ. 7 യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ കല്ലറയും ഇതിനോട് ചേർന്നു. തൈലലേപനം നടത്തിയത് ഇവിടെ. കിദ്രോൻ തോട് ഇവിടെ. തീർന്നില്ല, ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട സ്ഥലം ഇവിടെ. ലോകത്തിന്റെ പട്ടികയിൽ 60 പ്രാവശ്യം മുറിവേറ്റ സ്ഥലം യഹൂദന്റെ. 43 പ്രാവശ്യം ജനത്തെ ഒഴിച്ചു മാറ്റി. 23 പ്രാവശ്യം ഭീകരയുദ്ധം. യഹൂദന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ തിയോഡർ ഹെർസന്റെ കല്ലറ ഇതേ ജെറുസലേമിൽ. വിട്ടുകൊടുക്കുമോ? ഇല്ല. ഈദാ പ്രവചനം 1967 അറബ് ഇസ്രയേൽ വാറിനകത്ത് 674 കിലോമീറ്റർ. ഇന്ന് ജെറുസലേം യവന്റെ കൈക്കകത്ത്. ഏകദേശം 674 കിലോമീറ്റർ യവന്റെ കൈക്കകത്ത്. തീർന്നില്ല. അന്ന് ചില സഹോദരന്മാർ അപ്പുറത്തോട്ട് മാറി. അവന്റെ പേര് PLO, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, ഏശാവിന്റെ കുഞ്ഞുങ്ങൾ. അതിനകത്ത് യാസർ അരാഫത്ത്, സമാധാനത്തിന് വേണ്ടി PLOയുടെ നേതാവ്. അദ്ദേഹം മാറിയപ്പോൾ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ഒരു ഗ്രൂപ്പ് ഇറങ്ങി. അതിന്റെ പേര് ഹമാസ്. ഞാൻ എന്തിനു വേണ്ടി ഇത് വന്നു? കോവിഡ് കാലത്ത് നടന്ന ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റിലേക്കാണ് ഞാൻ വരുന്നത്. ഒരന്തിമ യുദ്ധത്തിലേക്ക്. ഹമാസിന് 2 ബ്രിഗേഡുണ്ട്, അലക്സ, അൽക്കയും. അങ്ങനെയെങ്കിൽ ആ കാലഘട്ടത്തിൽ 1967 ഒന്നാമത്തെ സംഭവം നടന്നു. ഇസ്രയേലിന്റെ തലസ്ഥാനമായ ജെറുസലേം ടെല്ലവീവ്. ആ ടെല്ലവീവിനോടനുബന്ധിച്ച് ജെറുസലേം പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി വെച്ചു. തീർന്നില്ല. അതിനുശേഷം അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ബരാക് ഒബാമ ഹുസൈൻ. അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ ഇസ്രയേലിനെ ചതിച്ചു. UN ഒരു പ്രമാണം കൊടുത്തു. എന്താ പ്രമാണം? 1967 പൂർവ്വസ്ഥിതിയിലേക്ക് ജെറുസലേം മടങ്ങി വരണം. കർത്താവ് വിചാരിച്ച് യവനെ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ട് ഇന്ന് രാത്രി ഞാനിത് പ്രസംഗിക്കുന്നു? ചരിത്രമായ തെളിവിലേക്കാണ് ഇനി വരുന്നത്. കണ്ടോ, യോബേൽ സംവത്സരത്തിൽ യെരൂശലേം, അന്തിമ ദിനങ്ങൾ യെരൂശലേമിനോട്. 2 ശബത്തുകളുടെ ശബത്തായി അവൻ ഹനൂക്ക ഫെസ്റ്റിവൽ ആചരിച്ചു കൊണ്ടിരിക്കുന്നു. ആലയത്തിന്റെ നിവർത്തി വരാൻ പോകുന്നു, ഹനൂക്ക ഫെസ്റ്റിവൽ. തീർന്നില്ല. മൂന്നാമത്തെ കാര്യം, അടയാളങ്ങളുടെ അവസാനമായി ഇസ്രയേലിനെ ലോകം കാണുന്നെങ്കിൽ ഇന്ന് രാത്രി ഇതാ പ്രവചനത്തിന്റെ നിവർത്തി. അന്നാളിൽ യെരൂശലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി വെക്കും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. നമ്പർ 1, 1967 ഇതൊരു പരിഭ്രമ പാത്രമാക്കി. രണ്ടാമത്തെ കാര്യം, വായാടിയായ ട്രംപിനെ സ്വർഗത്തിലെ ദൈവം അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കി. എന്തിനാ? ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി ട്രംപ്. ഈ വാർത്ത കണ്ടവരാരെങ്കിലും ഒന്ന് കൈ ഉയർത്താം. കര ഉയരുന്നില്ലല്ലോ. ഞാൻ കല്യാണാലോചനയ്ക്ക് വന്നതല്ല, ഇനി ചരിത്രത്തിലേക്ക് പോകാനും അന്തിമ യുദ്ധത്തിലേക്ക് പോകാനും വേണ്ടിയായി പറയുന്നത്. ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി എന്ന 2017 ഡിസംബർ മാസം 6-ാം തീയതി അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. ഇതും സക്കരിയാവൂടെ വായിച്ചാൽ മതി. കർത്താവ് വരുമെന്ന് മാവേലിക്കര കല്ലുമല സഭക്കാർ അറിയും. സ്വോത്രം. ഇത്രേ പോരെ കർത്താവ് വരുമെന്ന്. സ്വോത്രം. ട്രംപിനെ പ്രസിഡന്റ് ആക്കി. രണ്ടാമത്, ട്രംപിന്റെ മകളുടെ പേരാ ഇവാങ്കലിൻ. കെട്ടിയതൊരു ചെറുപ്പക്കാരൻ, അവന്റെ പേരാ ജാറേദ് കുഷ്ണർ. 1948 മെയ് 14-ാം തീയതി ഡേവിഡ് ബെൻഗൂറിയോൻ ഉയർത്തിയപ്പോൾ 2018 മെയ് 14-ാം തീയതി അവരെന്തോ ചെയ്തെന്നറിയാമോ? കോൺസുലേറ്റ് ജെറുസലേമിൽ ടെല്ലവീവ് പൂട്ടി കുറ്റിയിട്ട് മോളും മരുമോനൂടെ ഇപ്പം ജെറുസലേമിൽ കോൺസുലേറ്റ്. എന്തിനാ ദൈവമക്കളെ ഈ കോൺസുലേറ്റ് ജെറുസലേമിൽ വെച്ചിരിക്കുന്നതെന്നറിയാമോ? എന്തിനാ വെച്ചിരിക്കുന്നത്? കല്ലുമല ദൈവസഭ കേൾക്കട്ടെ. ആലയം പണിയാൻ സപ്പോർട്ട് കൊടുക്കാനോ? സ്വോത്രം. മിണ്ടുന്നില്ലല്ലോ, കര ഉയരുന്നില്ലല്ലോ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, യെരുശലേമിന്റെ ദൈവാലയം അവിടെ ആ കുറ്റിയിട്ട് കല്ല് വീഴുന്നതിന് വിട്ട് ഇവിടുന്ന് ഒരു ദേവാലയം എടുക്കപ്പെടും. കല്ലുമല ദൈവസഭയെ. ഏതാ ദേവാലയം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ എടുക്കപ്പെടാറായി. ഇന്ന് രാത്രി കല്ലുമല ദൈവസഭയോട് കർത്താവ് തൻ ഗംഭീരനാഥ്, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാകൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കാറായി. യെരുശലേം ദൈവാലയത്തിന് വേണ്ടി, ആലയത്തിന് വേണ്ടി പൈലിങ്ങും കുറ്റിയിടല് മൂളക്കം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് കൃപ പ്രാപിച്ച ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാറായി. ലോകരാജ്യങ്ങൾ ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കള്, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിലേക്ക് മടങ്ങിവ. പ്രവചനങ്ങൾ നിവർത്തിയായി. കല്ലുമല ദൈവസഭയെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സ്വോത്രം. അന്ത്യകാല പ്രവചനം തീർന്നില്ല. ഇനി ഒരു കുഞ്ഞു അവനോട് മത്സരിക്കാൻ പറ്റത്തില്ല. ഇസ്രയേൽ ജൂതരാഷ്ട്രം. 2 പ്രവചനം ഇവിടെ നിവർത്തിയായി. നമ്പർ 1,
ഒന്നാമത്തെ പ്രവചനം പരിഭ്രമപാത്രം, രണ്ടാമത്തെ പ്രവചനം ഭാരമുള്ളൊരു കല്ല്. ഇനി മൂന്നാമത്തെ പ്രവചനം, അത് പറയുന്നതോട് കൃത്യസമയത്ത് അവസാനിപ്പിക്കും. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ വിഷയം? ഇസ്രയേൽ ഗാസ വിഷയം. ഏശാവിൻ്റെ മക്കൾ മതിലിനപ്പുറത്ത് കിടപ്പുണ്ട്. പാലസ്തീൻ റമല്ല. ഇപ്പുറത്ത് അഷ്കലോണിൻ്റെ ഇപ്പുറത്ത് ചരിത്രവും ബൈബിളും അതിൻ്റെ പോകുന്നത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടപ്പുണ്ട് 15 ലക്ഷം പലസ്തീൻ. അതിൻ്റെ പേരാ ഹമാസ്. അവർ ഇസ്രയേലിനെ അടിക്കും. ഈ ദിവസങ്ങളിൽ കണ്ട കോൺഫ്ലിക്റ്റ് 4 അതിക്രമങ്ങൾ വായിച്ചു തുടങ്ങാം. 4 പ്രവചനം മാവേലിക്കൽ കല്ലുമല ദൈവസഭ മനസ്സിലാക്കണം. തുടങ്ങാൻ മോളെ. ആമോസിൻ്റെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. ഈ കോവിഡ് കാലത്ത് ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വായിച്ചാട്ട് കുഞ്ഞെ. ഗസ്സയുടെ 3-4 അതിക്രമം നിമിത്തം. ഈ ബൈബിൾ ഇനി ഞാൻ സ്പീഡിൽ പോകത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പയറിത്ര നാഴി ഇത്ര അഞ്ഞാഴി എന്നത്. ഗാസയുടെ 4 അതിക്രമം നിമിത്തം. നോട്ട് ചെയ്തോണേ. വായിച്ചാട്ട് മോളെ. അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന്, ഏശാവിന്റെ മക്കളെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ, ആ ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളകയില്ല. ശിക്ഷ മടക്കിക്കളയില്ല. പാലസ്തീൻ ആക്രമിക്കപ്പെടും. അടുത്തത്, ഞാൻ ഗസ്സയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. വചനം മനസ്സിലായോർ? ഗാസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. 4 അതിക്രമമാ 1967 ശേഷം നടന്നത്. 2007 2003 ആദ്യത്തെ കോൺഫ്ലിക്റ്റ്. അത് പലസ്തീൻ ഇസ്രായേൽ അല്ല, ഗാസ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്. അതിൽ 80 പേർ. അത് കഴിഞ്ഞിട്ട് 2007 വീണ്ടും 100 ചില്ലുവാനം പേർ. 2013 ഏറ്റവും വലിയ അടി നടന്നു 2500 പേർ. ഇപ്പോൾ കഴിഞ്ഞ അടിയിൽ എത്ര? 1000-ൽ പരം പാലസ്തീൻ. ഏതാണ്ട് 250 മുതൽ 300 വരെ ഗാസയിലെ ചെറുപ്പക്കാർ. തീർന്നില്ല. 13 ഇസ്രായേൽ പട്ടാളക്കാർ ഈ കോവിഡ് കാലത്ത് ഇസ്രായേൽ പലസ്തീൻ ഗാസ സംഘടനം. കണ്ടായിരുന്നോ ടെലിവിഷനകത്ത്? ഒന്ന് കൈ ഉയർത്തിയാട്ട്. അയൺ ഡോമിലേക്ക് ഞാൻ വരാൻ പോവാം. നിങ്ങൾക്കറിയാം ഇതെല്ലാം ബൈബിൾ. അങ്ങനെയെങ്കിൽ ഗാസയുടെ മതിലിനകത്ത് ഞാൻ തീ അയക്കും. വായിച്ചായിരുന്നോ കുഞ്ഞ്? അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. പത്രം കണ്ടോ? ചെറുപ്പക്കാർ കണ്ടോ? ജസീറ ടിവിയുടെ കെട്ടിടം പുകഞ്ഞു പോകുന്നത് കണ്ടായിരുന്നോ? കൈ ഉയർത്തിയാട്ട്. ഗാസയ്ക്കകത്ത് നിങ്ങൾ കണ്ടില്ലേ? അതിൻ്റെ മതിലിനകത്തെ കെട്ടിടങ്ങൾ മൊത്തം തീ വെച്ച് നശിപ്പിക്കും. 3 എയർപോർട്ടിൽ നിന്ന് ഓൺ ടൈം ഓപ്പറേഷൻ. 1-ാമത്തെ എയർപോർട്ട് ഡേവിഡ് ബെൻഗൂറിയോൻ. 2-ാമത്തെ എയർപോർട്ട് ഇസ്രയേലിലെ ദിമോണ എയർബേസ്. 3-ാമത്തെ അൽ ഔദ ഇന്റർനാഷണൽ എയർബേസ്. കണ്ടില്ലേ? മോഡി സാർ സാധാരണ പുള്ളിയൊന്നുമല്ല. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആരാ? ജയശങ്കർ. കഴിഞ്ഞ ദിവസം എവിടെ ആയിരുന്നെന്ന് അറിയാമോ? ഇസ്രയേലിനകത്തായിരുന്നു. നമ്മൾ സ്വപ്നേ സരിതയെ മതിലിയാടി ഇത് വായിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. മനോരമയെങ്കിലും വായിച്ചു. സ്വോത്രം. ജയശങ്കർ എവിടെ ആയിരുന്നെന്നറിയാമോ? ഇന്ന് രാത്രി സജു ചാത്തന്നൂർ കല്ലുമല നിൽക്കുമ്പോൾ 120 ഇന്ത്യൻ പൈലറ്റുമാർ ബെഞ്ചമിൻ നെതന്യാഹുമായിട്ടുള്ള കരാറിനകത്ത് ഇസ്രയേലിലെ ദിമോണ എയർബേസിനകത്ത് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. രാത്രിയിൽ നാട്ടുകാരെ അറ്റാക്ക് ചെയ്യാൻ. അത്തി തളർത്തു കൊമ്പിളതായി. യേശു ഈ തലമുറയിൽ വരുമോ? സ്വോത്രം. ഇന്ത്യയുടെ 120 പൈലറ്റുമാരെ. തീർന്നില്ല. ഇവിടെ ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ ആക്സിഡന്റിൽ മരിക്കുമ്പോൾ ഇന്ത്യയുടെ കരസേനയുടെ മേധാവി MM നരവണെ എവിടെ ആയിരുന്നെന്നറിയാമോ? ടെല്ലവീവിനകത്തുണ്ടായിരുന്നു. നമ്മൾ ഇതൊന്നും അറിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ത്യയും ഇസ്രയേലും അമേരിക്കയൊക്കെ ഒരു ചായ്വിൽ വരുമ്പോൾ, ചൈനയ്ക്ക് നേരെ ഒരടി വരുമ്പോൾ യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി. ആരും വായിക്കത്തില്ല. മത്തായി 24:7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. കരമുയരുന്നല്ലോ. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. കല്ലുമല ദൈവസഭയെ ഈ കോവിഡ് ഒരു ഈറ്റുനോവിന്റെ ആരംഭമാ. സ്വോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത്, ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം. നിങ്ങൾ കണ്ടില്ലേ? രാവും പകലും 160 എയർ ഫൈറ്റാണ് എവിടെ നടന്നത്? ഗാസയ്ക്കകത്ത് നടന്നത്. ഇതാ എഴുതിയിരിക്കുന്നത്, ഗാസയുടെ അരമനകളെ ഞാൻ തകർക്കും. അടുത്ത ഗാസ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് കോവിഡ് കാലത്ത് കഴിഞ്ഞ ഏപ്രിൽ നടന്ന സംഭവമായി കുഞ്ഞു വായിക്കുന്നത്. അടുത്ത വാക്യ സെഫന്യാവ് പ്രവചനം. കല്ലുമല ദൈവസഭ നോട്ട് ചെയ്യണം കുഞ്ഞുങ്ങൾ. നാട്ടുകാരോട് പറയണം, ഇതാ ബൈബിൾ. സെഫന്യാവ് 2-ാം അധ്യായം 4-5-6 വായിച്ചിട്ട് മോളെ. സെഫന്യാവ് 2-4-5-6. ഗസ നിർജ്ജനമാകും. ഗാസയെന്ന് എല്ലാത്തിനും ഒഴിപ്പിച്ചോണ്ട് പോയില്ലയോ? തീർന്നില്ല. അടുത്തത്, അസ്കലോൻ ശൂന്യമായി തീരും. അഷ്കലോനി. ഒരു മലയാളി നേഴ്സ്
കെയർടേക്കർ ഇടുക്കിക്കാരി സൗമ്യ, അവള് മരിച്ചത് കണ്ട കൈ ഉയർത്തിയാട്ടോ. സ്വോത്രം. കണ്ടില് ആഷ്കലോനകത്ത് മിസൈൽ വീടുവെന്നാ ഇത് എഴുതിയേക്കുന്ന. ഇതാ ബൈബിളിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ നൈർമല്യത, ഇതാ വചനത്തിന്റെ വിശുദ്ധി. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇസ്രായേലിന്റെ ബോർഡറിൽ കിടക്കുന്ന 4 പട്ടണമാണ്: ആഷ്കലോൻ, അഷ്തോദ്, എക്രോദ്, ലോദ്. 4 എണ്ണം. ഇതൊക്കെ ഇടയ്ക്കൊന്ന് വായിക്കണം. പുസ്തകം മേടിച്ചാൽ മതി. ബൈബിൾ കോളേജിൽ പോകണമെന്നൊന്നുമില്ല. സ്വോത്രം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ പ്രവചനവും കൂടെ നോക്കണം. എല്ലാവരും പ്രസംഗിക്കുമോ ഇന്ന്? ആരാ? ഗോത്രം BS ഫിലിപ്പ് സാർ 6 മാസം മുമ്പ് തിരുവനന്തപുരത്ത് വെച്ചപ്പോൾ എന്നോട് കണ്ടിട്ട് പറഞ്ഞു, സജുവേ മരുന്ന് മേടിക്കാൻ കാശ് വേണേന്ന് ഞാൻ തരാം, നീയെങ്കിലും ഈ കർത്താവിൻ്റെ വരവ് പറയാം. സ്വോത്രം. എന്നോട് പറഞ്ഞതാ 6 മാസം മുമ്പ്. ഞാൻ എൻ്റെ ചെവിയിൽ എപ്പോഴും ഓർക്കുന്നു. സ്വോത്രം. ഞാനും പറഞ്ഞു സാറും കർത്താവ് വരവ് പറയണത്. അവസാനം ഞാൻ തിരുമല കൺവെൻഷൻ നടന്നുകൊണ്ടിരുന്നപ്പം ഹാർവെസ്റ്റ് ബിബിയ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ BS ഫിലിപ്പ് സാർ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നത് കണ്ട് പ്രസംഗിച്ച് അതുവഴി പോയെന്ന്. സ്വോത്രം. കണ്ടില്ല? അന്ത്യപ്രസംഗം വെളിപ്പാട് 4:1 ആരും മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. കണ്ടില്ല? നിത്യതയെ പറ്റി പറഞ്ഞിട്ടാ എന്തോ ആയിക്കോട്ടെ. അന്നത്തെ ഞാനൊക്കെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാഥ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത്. ഏജിയുടെ കൺവെൻഷൻ ഏതാ പറഞ്ഞ്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, നിത്യതയുടെ വചനം നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. ആഷ്കലോൻ. അടുത്തത് അസ്തോദിനെ അവർ മധ്യാഹ്നത്തിങ്കൽ നീക്കിക്കളയും. മധ്യാഹ്നത്തിങ്കൽ നീക്കിക്കളയുന്നത്. ദാണ്ട ഗാസേന്ന് റോക്കറ്റ് വരുന്നെന്ന് പത്രവാർത്ത വായിച്ചവരുണ്ട്. അതാ മക്കളെ ഈ പ്രവചനം. അന്ന് ഈ ബൈബിളൊന്നും ഇത്ര സയൻസ് ഇല്ല. മധ്യാഹ്നത്തിങ്കൽ റോക്കറ്റ് വരും. സൈറൻ കേട്ടിട്ടില്ലേ പിള്ളേർ? കൈപ്പനും ഒക്കെ അവിടുന്ന് മൊബൈൽ അടിക്കുന്ന കേട്ടിട്ടില്ലോടാ പിള്ളേർ? നിങ്ങൾ പോലും കൈ ഉയർത്തുന്നില്ലല്ലോ. സ്വോത്രം. അവസാനം $1 തരാം. സ്വോത്രം. ഇന്ന് അവസാനം പോക്കറ്റിൽ കാശുണ്ട്. അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നോബൽ പ്രൈസിന്റെ $1 പിള്ളേർക്ക് തരാം. സ്വോത്രം. നിൽക്കട്ടെ. ആ മധ്യാഹ്നത്തിങ്കൽ അസ്തോദിൽ നിന്ന് സൈറൻ കേൾക്കും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. എക്രോന് നിർമൂലനാശം വരും. ഇസ്രായേലിന്റെ ബോർഡറിനകത്തുള്ള പിള്ളേരെ മൊത്തം വണ്ടിക്കകത്ത് കയറ്റുമെന്ന്. എക്രോനെ നിർമൂലമാക്കും. അടുത്ത വാക്യം. സമുദ്രതീര നിവാസികളായ ക്രേത്ത് ജാതിക്ക് അയ്യോ കഷ്ടം. അതാ സമുദ്രത്തിന്റെ മെഡിറ്ററേനിയൻ കടലിൽ ജീവിക്കുന്ന അതിന്റെ ഭാഗത്തുള്ള ഗാസയിലേക്ക് അവൻ തീ അയക്കും. 2ാമത്തെ പ്രവചനം ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റ്. 3ാമത്തെ പ്രവചനം വായിക്കാം. ഇരമ്യാ പ്രവചനം. ബൈബിളുള്ളവരെല്ലാം നോട്ടി. ഇതായി അടിച്ച അടി. ഇതെവിടെ ചെല്ലും? ഇരമ്യാ പ്രവചനം 47:5-6-7. സ്തോത്രം. വായിച്ചാട്ടെ. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ മക്കളെ ഒരു മിനിറ്റ്. ഗസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. ഇസ്രായേൽ ഞാൻ അവിടെ ചെന്നിട്ട് റിമ്മർ വെച്ച് തലമുട്ട അടിച്ചതല്ല. 18 ഹമാസിന്റെ നേതാക്കളെ കൊന്നു. കരമുയർത്തിയാട്ടെ. ഇങ്ങനെ ഒരു വാർത്ത കണ്ടോ പത്രത്തിനകത്ത്? സ്വോത്രം. അവസാനത്തെ നേതാവിന്റെ